സർവേശ്വരന് നേരത്തെ പറഞ്ഞു അല്ലെ. എത്രയോ ആളുകള് ഇന്നലെ വൈകുന്നേരം കിടന്നുറങ്ങിയിട്ട് ഇന്ന് രാവിലെ എഴുന്നേൽക്കാനായിട്ട് സാധിക്കാത്തവരുണ്ടാവും. പക്ഷെ നമുക്ക് ഇന്ന് ഈ ഒരു പ്രഭാതം കാണാനുള്ള അവസരം സർവേശ്വരൻ ഒരുക്കി തന്നു. ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ വരാനായിട്ടുള്ള കാരണക്കാരനായ TCGയെ നമുക്ക് ഓർത്തുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ എന്റെ പേര് കവിത അനിലൻ, ചാലക്കുടി കുജിച്ചിറയിലാണ് വീട്. RCM എന്ന ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡറായ സ്റ്റാർ പേൾ അച്ചീവർ പുഷ്പലതാമേടാണ്. അപ്പൊ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു നിമിഷം ഓർക്കുന്നു. നമ്മൾ RCMലേക്ക് കടന്നു വരുമ്പോൾ RCM എന്താണെന്നോ RCM ഉൽപ്പന്നങ്ങൾ എന്താണെന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല വരുന്നത്. ആ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ വരുന്നത് അല്ലെ. അപ്പോ RCMലേക്ക് കടന്നു വന്നു. ഉൽപ്പന്നങ്ങൾ വിലക്കുറവിന് വാങ്ങാൻ വേണ്ടി മാത്രം ഐഡിയ എടുത്ത് വന്ന ഒരു ഫാമിലിയാണ് എന്റെ ഫാമിലി. അപ്പോൾ എന്തായാലും നമ്മൾ മറ്റു മാർക്കറ്റിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു. ഒപ്പം തന്നെ അത് നല്ല ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട് എന്നും അതേപോലെ തന്നെ അത് വിലക്കുറവിന് കിട്ടാൻ ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുത്താൽ വിലക്കുറവിന് കിട്ടുമെന്നും, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 70 രൂപയുടെ പേസ്റ്റ് നമുക്ക് 53 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ചെലവ് ചുരുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അല്ലെ. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയൊക്കെയാ നമുക്ക് ചെലവ് ചുരുക്കാൻ സാധിക്കുക, അതിലേക്ക് എത്താനായിട്ട് എല്ലാവരും ആഗ്രഹിക്കും. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചു, ഞങ്ങളും ആഗ്രഹിച്ചു, ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുത്തു. അതിനുശേഷം ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചു, നല്ല ഉൽപ്പന്നങ്ങളാണെന്ന് മനസ്സിലാക്കി. അപ്പോ പുഷ്പലതാമയുടെ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ മീറ്റിങ്ങൾ, ഹെൽത്ത് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കും. പക്ഷെ ആദ്യമൊക്കെ വിളിക്കുമ്പോൾ പോവില്ല അല്ലെ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാ. RCMലേക്ക് കടന്നു വരുന്ന സമയത്ത് ലീഡേഴ്സ് അല്ലെ ഇങ്ങോട്ട് വരാൻ പറയുമ്പോ അങ്ങോട്ട് പോവില്ല. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു മനോഭാവം, അങ്ങനെയാണ് ചിന്താഗതി, അങ്ങനെയാണ്. അപ്പോ പുഷ്പലതാമയുടെ ഇടയ്ക്ക് വിളിക്കും ഹെൽത്ത് ക്ലാസ്. എനിക്ക് ഹെൽത്ത് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അപ്പോ അങ്ങനെ പറഞ്ഞു ഒരു ദിവസം ക്ലാസ് ഉണ്ട്, അത് നമ്മുടെ സ്റ്റാർ പേൾ അച്ചീവർ ജോർജ് സാറിന്റെ വീട്ടിലാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീടിന് അടുത്താണ്, കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഒന്ന് പോയി നോക്കാം എന്ന് കരുതി പോയി. അവിടെ ചെന്നപ്പോ അവിടെ നമ്മുടെ സഫയർ മൂർത്തി സാറിന്റെ ക്ലാസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് RCMന്റെ ഒരു ക്ലാസ് കേട്ടത് നമ്മളുടെ എല്ലാവരുടെയും ഗ്രേറ്റ് ഗുരുനാഥനായിട്ടുള്ള സഫയർ മൂർത്തി സാറിന്റെ ക്ലാസ് ആണ്. അത് തന്നെ ഒരു ഭാഗ്യാണ് അല്ലെ. അപ്പൊ സാറ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. പറയുന്ന കാര്യങ്ങള് RCM ഉൽപ്പന്നങ്ങൾ ആരോഗ്യം തരുന്നു. അപ്പൊ ചോദിക്കുന്നുണ്ട് ആർക്കൊക്കെ RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് ഷുഗർ മാറിയിട്ടുണ്ട്, പ്രഷർ മാറിയിട്ടുണ്ട്, കൊളസ്ട്രോൾ മാറിയിട്ടുണ്ട്, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു. ആളുകൾക്ക് കിട്ടിയ റിസൾട്ടുകൾ പറയുന്നു. അങ്ങനെ അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടോ RCMല് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ. നമ്മൾ എന്തായാലും ഹെൽത്ത് കാർഡ് ഓയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ കുടിക്കുന്നൊന്നുമില്ല അല്ലെ. അപ്പൊ രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ ഇത് കുടിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഗുണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. ആളുകളുടെ ഷുഗർ മാറിയ കാര്യങ്ങൾ കേൾക്കുന്നു. അപ്പൊ തോന്നി ഇത് നല്ലതാണല്ലോ, പിന്നെ ഇത് ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ വരുമാനം കിട്ടുന്നു എന്നും പറയുന്നു. അപ്പൊ പുഷ്പലതാ മേഡത്തിന് RCMലേക്ക് വന്നതിന് ശേഷം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു, ആരോഗ്യം കിട്ടി. ആരോഗ്യം കിട്ടുക മാത്രല്ല അതിലൂടെ ചെറിയ ചെറിയ വരുമാനം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ച് എനിക്കാണെങ്കിൽ എന്റെ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയം മുതലേ ഞാൻ സ്വന്തമായിട്ട് ട്യൂഷൻ എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് കുട്ടികളെ, ചെറിയ കുട്ടികൾക്കൊക്കെ എനിക്ക് കിട്ടിയ അറിവ് ഞാൻ പകർന്നു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ ചെലവിന് ഉള്ള പൈസ ഞാൻ സ്വന്തമായി തന്നെ ആ സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ എനിക്ക് വളരെ ആഗ്രഹമാണ്, പൈസ കിട്ടി എന്റെ വീട്ടിലുള്ളവരെ സഹായിക്കണം എന്ന് ചെറുപ്പത്തിലേ തന്നെ എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം ഞാൻ സാധാരണ ഒരു കുടുംബത്തിലെ അല്ലെ കൂലിപ്പണി ചെയ്തുകൊണ്ട് പോരുന്ന എന്റെ അച്ഛനും അമ്മയും അവരുടെ രണ്ടാമത്തെ മകളാണ് ഞാൻ. അപ്പോ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് അല്ലെ, സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു സഹായമാവുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോ ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു സമയമല്ലേ. ഞാനാണെങ്കിൽ PSC ഒക്കെ പഠിക്കാൻ പോയി. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം കമ്പ്യൂട്ടർ പഠിക്കാൻ, എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ടീച്ചർ ആവണമെന്ന്. പക്ഷെ അത് എന്റെ വീട്ടിൽ നിന്നുകൊണ്ട് ആ ഒരു പഠനം പൂർത്തിയാക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കല്യാണം കഴിച്ചു ചെന്നു, അവിടെയും എനിക്ക് അതിനുള്ള ഒരു സാഹചര്യം കിട്ടിയിരുന്നില്ല. പക്ഷെ എന്റെ ആ ഒരു ആഗ്രഹം എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. അപ്പോ സ്വന്തമായി എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാന്നുള്ളത്. അതിനുശേഷം ഞാൻ PSC കോച്ചിങ്ങിന് പോയി, കുറെ നാള് പോയി. പക്ഷെ ഒരു കാര്യമില്ല. നമുക്ക് വീട്ടിലെ ജോലികള്, കുട്ടികളുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, എല്ലാം കൂടി കഴിയുമ്പോൾ PSCക്ക് പഠിക്കാതിരിക്കുന്ന സമയത്ത്, ബുക്ക് എടുത്തിരിക്കുന്ന സമയത്ത് ടെൻഷനോട് ടെൻഷൻ കയറി നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ എന്തെങ്കിലും ഇരിക്കോ? പരീക്ഷ എഴുതുന്ന സമയത്ത് ഒന്നും കിട്ടില്ല. ഞാൻ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോവുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ രണ്ടുപേരെ കൊണ്ടുപോയി ആ ബസ് ഫെയർ പോവും അല്ലെ. അതേസമയം അപ്പൊ രണ്ടുപേരെ ആ കൊണ്ടുപോണ ആള് പറയും ഇന്ന് വല്ല കാര്യം ഉണ്ടായി എഴുതിയിട്ടെന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി, എവിടെയാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോയി പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കും.
അപ്പോ PSC ഒക്കെ പഠിച്ചു, ഒരു കാര്യം ഉണ്ടായില്ല. വെറുതെ എന്റെ കുറെ സമയം പാഴാക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ക്ലാസ് കേട്ടതും ഇതിലൂടെ വരുമാനം കിട്ടുന്ന അറിയുന്നതും ഒക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു 5000 രൂപയൊക്കെ നമ്മുടെ കയ്യിലേക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം വരാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് അല്ലെ, നമ്മളുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ മക്കളെയൊക്കെ കൊണ്ട് പുറത്തു പോവാണെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിക്കാതെ തന്നെ നമുക്ക് ആ ആവശ്യങ്ങളൊക്കെ അവർക്ക് നിറവേറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വലിയൊരു സന്തോഷമായിരിക്കും. അപ്പൊ അങ്ങനെ കരുതിക്കൊണ്ട് ഞാൻ പതുക്കെ പതുക്കെ, ജോർജ് സാർ അന്ന് ഷോപ്പ് തുടങ്ങാനുള്ള ഒരു തുടക്കമായിരുന്നു. ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വീട്ടിൽ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ ഇറക്കിയ ഒരു സമയമായിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ ഞാൻ പ്രൊഡക്റ്റുകൾ എടുത്തു, ബില്ലടിച്ച് കണ്ട് കൊണ്ടുപോയി പതുക്കെ പതുക്കെ സെയിലിലേക്ക് കടന്നു. അങ്ങനെ പതുക്കെ പതുക്കെ സെയിൽ ചെയ്ത് പ്രൊഡക്റ്റ് കുറച്ച് പ്രാവശ്യങ്ങൾ, അതായത് 1-2 പ്രാവശ്യമൊക്കെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവരെ ഇതിലേക്ക്, അവർക്കും ഇതേ വിലക്കുറവിന് കിട്ടാനുള്ള അവസരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെയും ഡിസ്കൗണ്ട് കാർഡ് എടുക്കാനുള്ള ആ ഒരു പ്രചോദനം കൊടുത്ത് അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ ചെറിയൊരു ടീമൊക്കെ ആയി വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അല്ലെ, ഏതൊരു സമയത്ത് നമുക്ക് പ്രതിസന്ധികൾ ഇഷ്ടം പോലെ വരും. അങ്ങനെയും ഞങ്ങളുടെ വീട്ടിലൊരു പ്രതിസന്ധി വന്നു. ആ സമയത്ത് എനിക്ക് RCMല് കുറച്ച് സമയം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കണ്ടിന്യൂ ചെയ്യാനായിട്ട്. എന്നാലും ഞാൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു ശീലം വിട്ടില്ല. ഒപ്പം തന്നെ ആളുകളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് കൊറോണ വന്നു. കൊറോണ വന്ന സമയത്തൊക്കെ ആ സമയത്ത് ഞാൻ RCMലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറയും, ഞാൻ മീറ്റിംഗ് ഒക്കെ കേട്ട് ചെറിയ ചെറിയ വേറെ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ പോയി. വലിയ നമ്മുടെ ഹോൾ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തു വന്ന് ഇതിന്റെ സാധ്യതകളൊക്കെ വീട്ടിൽ വന്ന് പറയുന്ന സമയത്ത് ഹസ്ബൻഡായ അനിൽ സാറ് പറയും, അദ്ദേഹം വെൽഡറാണ്, നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ജോലിക്കാർ ആളുടെ കെയർ ഓഫിലുണ്ട്, ഒപ്പം ഒരുപാട് പല പല ബിസിനസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. അപ്പൊ എന്നോട് പറയും, നീ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ, നിനക്ക് ഇഷ്ടം പോലെ എന്താ വേണ്ടതെന്ന് വെച്ചൊക്കെ ചെയ്തോ, എന്നെ ഇതിനൊന്നും വിളിക്കരുത് എന്ന് പറയും. അപ്പൊ നമുക്ക് വേറെ ഒന്നിനും അല്ലെ, ഒരു പ്രോഗ്രാമിന് കൊണ്ടുപോകാനോ വിളിച്ചാൽ വരെ ഒന്നും ചെയ്യില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ സാഹചര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൊറോണ വന്ന സമയത്ത് പണിയൊക്കെ കുറച്ച് ഡൗൺ ആയി. അതേപോലെ തന്നെ ഒരു ഫൈനാൻസ് കമ്പനി ഇട്ടിരുന്നു, അതും കൊറോണ സമയത്ത് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള സ്റ്റാർ എമറാൾഡ് റൈസിംഗ് കോർ ലീഡർ ഗിരീഷ് സാറിന്റെ വീട്ടില് പ്രസ് വർക്ക് ചെയ്യാനായിട്ട് അനിൽ സാറിനെ വിളിച്ചു. അനിൽ സാറിനെ അല്ല, നമ്മുടെ രാജേഷ് സാറ്, പേൾ അച്ചീവർ ആയിട്ടുള്ള രാജേഷ് സാറിന്റെ തൊട്ടടുത്ത വീടാണ് ഞങ്ങളുടെ വീട്. അപ്പൊ അതുകൊണ്ട് രാജേഷ് സാറാണ് അനിൽ സാറിനെ വിളിച്ചത്. ഇങ്ങനെ അവിടെ ഒരു വർക്ക് ഉണ്ട്, വരണം എന്ന് പറഞ്ഞു കണ്ടിട്ട്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന്, അളവും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷെ ആള് ഇതൊക്കെ അളവെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ പണിക്ക് പോയില്ല. പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ ദിവസവും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഗിരീഷ് സാറിന്റെ മുന്നിൽ പെടും. ഗിരീഷ് സാർ RCM പറയും, പക്ഷെ RCMനെ ഏറ്റെടുക്കാൻ ആൾക്ക് പറ്റില്ല. അതുകൊണ്ട് അത് ചെയ്തില്ല. പക്ഷെ ലാസ്റ്റ് സമയത്ത് ഇത് ഒരുപാട് മീറ്റിങ്ങുകളിലൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ എങ്കിൽ കൂടി ഞാൻ ഒന്നും കൂടി ഒന്ന് പറയാണ്, നേർക്കാഴ്ചകൾ എന്നാണല്ലോ പറഞ്ഞത്, അപ്പൊ ഇതൊന്ന് പറയണം. എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് നടക്കുന്ന സമയത്ത് എന്തായാലും സാർ അവിടെ ചെല്ലണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെന്നു. അപ്പൊ ഗിരീഷ് സാറ് വർക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല ഭംഗിയായി, വർക്കും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എത്ര വർഷമായി ഈ ജോലി ചെയ്യണേന്ന് ചോദിച്ചു. അപ്പൊ സാറ് 15 വയസ്സിലെ എക്സാം, അതായത് SSLC എക്സാം എഴുതി റിസൾട്ട് വരുന്നതിനേക്കാൾ മുമ്പ് പുറത്തേക്ക് ജോലിക്ക് പോയ ഒരു വ്യക്തിയാണ്. വെൽഡിങ് പഠിക്കാനായിട്ട് ബോംബെയിലേക്ക് പോയ ഒരു വ്യക്തിയാണ്. അങ്ങനെ അവിടെ നിന്നാണ് പഠിച്ച് വിദേശത്തേക്ക് പോയി അങ്ങനെ അങ്ങനെ വന്ന് ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചോദിച്ചു, ഇപ്പൊ ഇത്രയും വർഷങ്ങളായി പണിയൊക്കെ ചെയ്യണല്ലേ, അപ്പൊ ഒരുപാട് പൈസയൊക്കെ ബാങ്കിൽ ബാലൻസ് ഉണ്ടാവുമല്ലോന്ന്. നമുക്കറിയാലേ, സാധാരണ കൂലിപ്പണിക്കാർ പണി ചെയ്തുകൊണ്ട് നമുക്ക് എത്രത്തോളം ബാങ്ക് ബാലൻസ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റും. അപ്പോ ജീവിതമൊക്കെ അടിപൊളിയാണ്, ഒന്നിനും ഒരു കുറവില്ല, സൂപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യം വന്നാലും അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യും. നല്ല എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് നോക്കുന്ന ഒരു പവർഫുൾ ലീഡർ ആയിട്ടുള്ള ഒരു ആള് തന്നെയാണ് എന്റെ ഹസ്ബൻഡ്. അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കും, സന്തോഷിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും സാറ് പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞു, അത് നമുക്ക് ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ല, പക്ഷെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ കൊറോണ വളരെ എന്താ പറയാ ശക്തി ആർജിച്ച് നിൽക്കാണ്. ഇനിയും ഒരു 5 വർഷം കൂടി ഈ ഒരു പണി ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെയായിരിക്കും ജീവിതം അല്ലെ? നമ്മൾ ആരെങ്കിലും എന്താ പറയാ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് മുൻകൂട്ടി കാണുന്നവരാണ് രാജാവ് എന്ന് പറയും. പക്ഷെ നമ്മളാരും അല്ലെ, സാധാരണക്കാർക്ക് അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഇല്ല അല്ലെ. എപ്പോഴും നമ്മൾ ഒരു ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ് സാധാരണക്കാർ. അപ്പൊ ഇന്നത്തെ കാര്യം ഇന്ന് കഴിഞ്ഞു, നാളെ എന്തെങ്കിലും ഉണ്ടായാൽ അത് നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയുള്ള ആളുകളാണ്. പക്ഷെ
സാറ് പറഞ്ഞു RCMന്റെ കൂടെ ഒരു 5 വർഷം നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം കഠിനമായിട്ട്, അതായത് നല്ല രീതിയിൽ RCMനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു 50,000 രൂപ എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് സാറിന്റെ പാസ്ബുക്ക് ഒക്കെ എടുത്ത് കാണിച്ച് അല്ലെ, തെളിവോടുകൂടി സാറ് കാണിച്ചു കൊടുത്തു. നിങ്ങൾക്ക് അതിന് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്യാം അല്ലെ. ഇത്രയല്ലേ ഒരു ലീഡർക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു നിമിഷം അല്ലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് കടന്നു വന്ന എന്റെ ഗിരീഷ് സാറിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ ഒരു നിമിഷം. അപ്പൊ അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോ അല്ലെ സാറിന്റെ ആ ഒരു തൃക്കണ്ണ് തുറന്നു. എല്ലാവരും പറയും കണ്ണ് തുറന്നിട്ട് കാര്യമില്ല, തൃക്കണ്ണ് തുറന്ന് കാണുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ അന്ന് തന്നെ നമ്മുടെ ഗിരീഷ് സാറിനെ അവിടെ ലോക്ക് ചെയ്തു. എങ്ങനെയാ ലോക്ക് ചെയ്തേ? നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സാറ് ഇതിന് സമ്മതിച്ചു. അങ്ങനെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെച്ചു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ പുഷ്പലത മേഡം, സുരാഗ് സാറ്, അങ്ങനെ ഒരുപാട് ലീഡേഴ്സ്, അഞ്ജുതൻ സാറ്, ഷൈനി മേഡം, അങ്ങനെ എല്ലാവരും അവിടെ വീട്ടിലേക്ക് വന്നിരുന്നു മീറ്റിങ്ങിന്. അപ്പൊ അങ്ങനെ ഞങ്ങള് പൂർവാധികം ശക്തിയോടുകൂടി RCMനെ ഫാമിലി ആയിട്ട് ഏറ്റെടുത്തു. ഫാമിലി ആയിട്ട് ഏറ്റെടുത്തപ്പോ RCMല് അല്ലെ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ എല്ലാ ജോലിയും വേണ്ടാന്ന് വെച്ച്, ഈ ചെയ്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചതിന് ശേഷമാണ് RCMനെ ഫുൾ ആയിട്ട് ഏറ്റെടുത്തത്. അപ്പൊ വരുമാനം നമുക്ക് കുറവായിരിക്കില്ലേ. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് RCMന്റെ ഒരു ഷോപ്പ് ഇടാമെന്ന് തീരുമാനിച്ചു. ഷോപ്പ് ഇടാൻ തീരുമാനിച്ചപ്പോ അല്ലെ തൃക്കണ്ണൊക്കെ തുറന്നു വന്ന സമയത്ത് അവിടെ ഒന്നും ഷോപ്പ് ഇടാനായിട്ട് ഒരു സ്ഥലമില്ല. ആ സമയത്ത് ഷോപ്പ് ഇടാൻ സ്ഥലം അന്വേഷിച്ചു. കുറ്റിച്ചിറ ഷോപ്പ്, പരിയാരത്ത് ഷോപ്പ്, ചാലക്കുടിയില് ഷോപ്പ്, അങ്ങനെ എല്ലായിടത്തും ഷോപ്പുകളാ അല്ലെ. 3 കിലോമീറ്റർ ചുറ്റളവിൽ അവിടെയൊക്കെ ഷോപ്പുകൾ. അപ്പൊ എന്ത് ചെയ്യും? കാരണം നമുക്ക് വരുമാനം കയ്യിൽ വേണാനും. ആ സമയമാണ് നമുക്ക് നമ്മുടെ ടീം ഇവിടെ ആലയങ്ങാട് ഉണ്ട്. ഒപ്പം തന്നെ ഞങ്ങളുടെ അനിൽ സാറിന്റെ പെങ്ങളാണ് എന്റെ നാത്തൂൻ അനിത മേഡം, സ്റ്റാർ ഗോൾഡ് അച്ചീവറായ അനിത മേഡം ഇവിടെ കല്ലൂര് താമസിക്കുന്നുണ്ട്. അപ്പോ അവർക്കും ഒരു ആഗ്രഹമുണ്ട് ഇവിടെ ഒരു ഷോപ്പ് വരണമെന്ന്, ആലയങ്ങാട് ഒരു ഷോപ്പ് വരണം. ഇവിടെ വേറെ ഷോപ്പ് ഒന്നും അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു ആശയം അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഇത്രയും ദൂരത്തേക്ക് പോയി ഷോപ്പ് ഇടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം 35 കിലോമീറ്റർ ദൂരത്ത് ഡെയിലി പോയി വരാ എന്ന് പറയുന്നത് അല്ലെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് ഷോപ്പ് ഇടാനായിട്ട് തീരുമാനിച്ചു. കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് അനുകൂലമായിട്ട് വന്നു. എല്ലാ ലീഡേഴ്സും നമ്മളെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. ഒപ്പം ഷോപ്പിന് പെർമിഷൻ കിട്ടി. ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും കൊറോണ വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം തന്നെയായിരുന്നു. ഷോപ്പ് ഇടുന്ന സമയത്ത് നമ്മുടെ കൂടെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു 5 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് നമ്മൾ ഷോപ്പ് ഇടുന്നത്. നമുക്ക് ആ സമയത്ത് ഒരു വരുമാനമില്ല. അപ്പോ അത് ഏറ്റെടുക്കാനുള്ള ഒരു ചങ്കൂറ്റം, അതാണ് അല്ലെ RCMലെ ഏറ്റവും നമുക്ക് വേണ്ടത്. എന്തൊരു കാര്യത്തിനെയും നേരിട്ട്, അതായത് വിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇറങ്ങാനായിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു ധൈര്യം കിട്ടും. ആ ധൈര്യം തരുന്നത് നമ്മുടെ ലീഡേഴ്സ് ആണ്. ലീഡേഴ്സിന്റെ ആ ധൈര്യത്തോടു കൂടി തന്നെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങള് തുടക്ക സമയത്തൊക്കെ കുറച്ച് എന്താ പറയാ ഒരു 2-3 മാസമൊക്കെ ഞങ്ങൾ ഡെയിലി പോയി വന്നു. 35 കിലോമീറ്റർ ദൂരം വന്ന് പോവാ എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. 7:30 ആകുമ്പോഴേക്കും അവിടെ നിന്ന് പോരണം. അത് കഴിഞ്ഞ ശേഷം ഇവിടെ നിന്നായാലും 7:30-ക്ക് ഷോപ്പ് അടച്ചു പോയാലാണ് അവിടെ കുറച്ച് സമയത്ത് അല്ലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുള്ളൂ. ഇവിടെ നിന്ന് പോണ സമയത്ത് വണ്ടിയിൽ നിറച്ച് പ്രൊഡക്റ്റ് ആയിരിക്കും. കാരണം ഇവിടെ നിന്ന് പോകുമ്പോൾ തുടങ്ങിയുള്ള റൂട്ടിലുള്ള ആളുകൾക്ക് ഒക്കെ പ്രൊഡക്റ്റ് കൊടുക്കും. അത് ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ഒരു പെട്ടി വണ്ടിയിലായിരുന്നു. ജോലിയൊക്കെ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു പെട്ടിവണ്ടി വാങ്ങി ഞങ്ങള്. കാറുണ്ടായിരുന്നു എങ്കിൽ പോലും പെട്ടിവണ്ടി വാങ്ങി. അതിൽ പച്ചക്കറി വിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ പെട്ടിവണ്ടി വാങ്ങിയത്. ആ പെട്ടിവണ്ടിയിൽ നിറച്ച് പ്രൊഡക്റ്റ് ഇട്ടുകൊണ്ട് ഇവിടെ നിന്ന് പോകുമ്പോ നിറച്ച് പ്രൊഡക്റ്റ് ആയിട്ട് പോവും. രാവിലെ വരുമ്പോ ആ പെട്ടിവണ്ടിയുടെ സൈഡില് ഞാനും നിറച്ച് പ്രൊഡക്റ്റുമായിട്ട് ഞങ്ങളും 2 പേരും കൂടി തിങ്ങി ഞെരിഞ്ഞ് അവിടെ നിന്ന് ഇവിടെ വരെ എത്തുമ്പോഴേക്കും തണ്ടലൊക്കെ പോകൂലേ, പുറം ഒക്കെ കഴക്കും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പക്ഷെ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ട് അത് വളരെ സുഖമായിട്ടാണ് ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഷോപ്പ് ഇട്ടു. നല്ല സെയില് വന്നു. തുടക്ക സമയത്തൊക്കെ വളരെ കുറവ് മാത്രമേ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം അങ്ങനെ കടന്ന് ഇന്ന് ആവറേജ് ഒരു 8 ലക്ഷം രൂപയുടെ സെയില് മന്ത്ലി നടക്കുന്ന ഒരു ഷോപ്പായി മാറാനായിട്ട് ഇന്ന് ആലയങ്ങാട് നടത്തുന്ന അമ്മ RCM വണ്ടർ വേൾഡ് ക്യുക്കിന് സാധിച്ചു. കാരണം ഷോപ്പിന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നോക്കുന്നത് അനിൽ സാറാണ്. സാറിന് ഷോപ്പ് സാറിന്റെ ജീവനാണ്. കാരണം അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത്. കാരണം നമുക്ക് വരുമാനമില്ല. അപ്പൊ ആ വരുമാനം ഉയർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം
പറ്റുമോ അതൊക്കെ ചെയ്യും. രാവിലെ എത്ര സമയം നേരത്തെ എഴുന്നേറ്റ് വന്ന് ഷോപ്പിൽ വന്ന് പ്രൊഡക്റ്റുകൾ എടുത്ത് അത് കൊണ്ടുപോകും. ഒപ്പം തന്നെ വന്നും കണ്ട് രാത്രി ആയാലും അല്ലെ എത്ര സമയം കഴിഞ്ഞ് ആയാലും പ്രൊഡക്റ്റുകളൊക്കെ എടുത്ത് വെച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അല്ലെ. ഒരു സമയമില്ല, ഒരു സമയപരിധി ഇല്ല RCM ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങള് ഇവിടെ ഒരു 3 മാസത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിൽ യാത്ര ചെയ്ത് പോയി വന്നു. ഡെയിലി പോയി വരുമ്പോ നമുക്ക് RCM ഷോപ്പ് എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് ഇൻകം അല്ലെ. നമുക്ക് ആക്റ്റീവ് ഇൻകം മാത്രം പോരാ, നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് RCMലേക്ക് കടന്നു വരുമ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പാസീവ് ഇൻകം ആണ്. അത് കിട്ടണമെങ്കിൽ നമ്മളെല്ലാവരും ടീം വർക്ക് ചെയ്യണം അല്ലെ. അപ്പൊ ടീം വർക്ക് ചെയ്യുന്നതിന് സമയം നമുക്ക് കുറവേ കിട്ടുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചേച്ചിയുടെ വീട്ടിൽ, അതായത് നാത്തൂന്റെ വീട്ടിൽ കുറച്ച് നാള് നിന്നു. അപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തുകൊണ്ട് അവിടുത്തെ വീട് അടച്ചിട്ടുകൊണ്ട് ഇവിടെ വീട് എടുത്ത് വാടകയ്ക്ക് ഇവിടെ താമസിക്കുന്നു. ഇന്നൊരു 4.5 വർഷമായിട്ട് ഞങ്ങള് ആമ്പല്ലൂര് ആലയങ്ങാട് എന്ന സ്ഥലത്ത് സ്ഥിര താമസമാണ്. അപ്പോ ഇവിടെ സ്ഥിര താമസമാക്കിയ അന്ന് മുതൽ ഒരുപാട് സമയമാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. വൈകുന്നേരങ്ങളിൽ ഷോപ്പ് അടച്ചുകൊണ്ട് വൈകുന്നേരങ്ങളിൽ മറ്റുള്ള ആളുകളുടെ വീട്ടിൽ പോയിട്ട് RCM പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരുടെ അടുത്തേക്ക് RCMനെ എത്തിക്കാനും നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു രീതിയിൽ നല്ലൊരു ടീമിനെ നയിച്ചു കൊണ്ട് പോകാനായിട്ട് ലീഡേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള നമ്മുടെ സുരാഗ് സാറിന്റെ, എന്റെ മെന്ററാണ് സുരാഗ് സാറ്. ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് കെയറിങ് അപ്ലൈൻ അല്ലെ, നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്ത് പ്രതിസന്ധികൾ എന്ത് ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലീഡേഴ്സ് ആയിട്ട് കൗൺസിലിംഗ് ചെയ്യണമെന്ന് അല്ലെ. ഞങ്ങള് സുരാഗ് സാറിന്റെ അടുത്ത് നമ്മുടെ പ്രശ്നങ്ങളായിട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് വരുമ്പോൾ വളരെയധികം പവർഫുൾ ആയിട്ട് എനർജി ആയിട്ടാണ് ഓരോ പ്രാവശ്യം അവിടെ നിന്ന് വരാനായിട്ട് സാധിക്കുക. അപ്പൊ വിചാരിക്കും, ഈ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല അല്ലെ. നമുക്ക് മുന്നേ സഞ്ചരിച്ച ലീഡേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. നമുക്കെല്ലാം ഇന്ന് നല്ലൊരു ഹൈവേ ആണ് നമ്മുടെ ലീഡേഴ്സ് വെട്ടി തെളിയിച്ച് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തിനാ RCM ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നത്? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പൂർവാധികം ശക്തിയോടുകൂടി ചെയ്യാനായിട്ട് നമ്മുടെ ലീഡേഴ്സ് വളരെയധികം സപ്പോർട്ടോട് കൂടി നമ്മുടെ കൂടെ നിൽക്കും. തുടക്ക കാലഘട്ടത്തിലൊക്കെ ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡറായ പുഷ്പലത മേഡം, മധു സാറൊക്കെ കൂടെ നിന്നുകൊണ്ട് അല്ലെ ഷോപ്പിനെ നല്ല രീതിയിൽ വിജയിപ്പിക്കാനായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്ന് നമ്മളെ നല്ല രീതിയിൽ വളർത്താനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാ ലീഡേഴ്സിനും ഞാൻ ഈ ഒരു അവസരത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടി നന്ദി അറിയിക്കുകയാണ്. അപ്പോ നമ്മൾ RCMലേക്ക് വരുന്നുണ്ട് അല്ലെ. എല്ലാവരും RCMലേക്ക് കടന്നു വരുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാ. അപ്പോ ശരിയായ രീതിയിൽ വിജയിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നാണ്. ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണമെന്ന് ഇത് ഞാൻ പറയുന്ന കാര്യമല്ല, നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്നും എന്റെ അറിവല്ല. കാരണം ഞാൻ RCMന്റെ ഒരു ശിശുവാണ് അല്ലെ. ഒന്നും അറിയാത്ത ഒരു കുട്ടി, പതുക്കെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം RCMലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരുമ്പോൾ RCMനെ കുറിച്ച് ഒന്നും അറിയില്ല. അതും നെറ്റ്വർക്ക് അല്ലെ, നെറ്റ്വർക്കിനെ കുറിച്ച് ഒന്നും അറിയില്ല. നെറ്റ്വർക്ക് കേൾക്കുമ്പോ തന്നെ ആളുകൾക്ക് പേടിയാണ്, ഇത് എന്താണാവോ എന്ന് വിചാരിച്ചില്ലേ. മറ്റുള്ള ആളുകളെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ നമ്മളും കൂടി അതിൽ ചെന്നുപെടുമ്പോൾ നമ്മളെല്ലാവരും ചതിക്കപ്പെടും അല്ലെ. അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുകൾ നമുക്കുണ്ട്. അപ്പോ ഇതെല്ലാം മാറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പ്രോഗ്രാമുകളാണ് അറ്റൻഡ് ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ആ പ്രോഗ്രാമുകളിൽ നിന്നാണ് നമുക്ക് വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞു തരുന്നത്. അത് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ടീമിനെയും ഒപ്പം തന്നെ നമ്മുടെ ബിസിനസ്സിനെയും വളർത്താനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എങ്ങനെയുള്ള ആളുകൾക്കാണ് ശരിയായ രീതിയിൽ RCMൽ വിജയിക്കാൻ സാധിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതായത് ഞാൻ പറയുന്ന കാര്യമല്ല, ലീഡേഴ്സ് അതായത് ഓരോ ക്ലാസ്സുകളിൽ നിന്നും ഗ്രേറ്റ് ലീഡേഴ്സ് തന്ന അറിവുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ആണ് റിസ്ക് അല്ലെ. റിസ്ക് എടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നവർക്കുള്ളതാണ് RCM എന്ന് പറയുന്നത്. റിസ്ക് എടുക്കാൻ ആരൊക്കെയാണോ തയ്യാറാവുന്നത് അവർ RCMൽ വിജയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ വിജയിച്ച ലീഡേഴ്സ് നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സഫയർ മൂർത്തി സാറ് അല്ലെ, എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് RCMൽ വന്നത്. ഇന്ത്യൻ എയർഫോഴ്സിലെ ജോലി വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം കേട്ട് ആ പ്രോഗ്രാമിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് RCMന്റെ ഒരു വിഷൻ സാറിന് കിട്ടിയത് കൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സിലെ ജോലി വേണ്ട എന്ന് വെച്ച് റിസൈൻ ചെയ്തുകൊണ്ട് അല്ലെ RCMലേക്ക് വരുന്നു. ഒന്ന് നോക്കിയാൽ വരുന്ന സമയത്ത് സാറ് പറഞ്ഞു കേട്ട കാര്യങ്ങളാണ്. വിജയിച്ച ലീഡേഴ്സ് ഇല്ല. പ്രൊഡക്റ്റുകൾ വെറും നിസ്സാര പ്രൊഡക്റ്റ് 10-25 പ്രൊഡക്റ്റ് അല്ലെ, സോപ്പ് അങ്ങനെ തുടങ്ങി കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഇത് കണ്ടുകൊണ്ട് മാത്രമാണ് RCMലേക്ക് ഇറങ്ങിയത്. പക്ഷെ സാറിന് ഒരു വിഷൻ കിട്ടി അല്ലെ.
ആ വിഷൻ കിട്ടാനായിട്ട് ആ സാഹസത്തിന് മുതിർന്നത് കൊണ്ട് മാത്രല്ലേ ഇന്ന് ഇത്രയും വലിയ ഒരു ഗ്രേറ്റ് ലീഡറായിട്ട് സഫയർ മൂർത്തി സാറ് അല്ലെ ഇത്രയധികം സുഖ സൗകര്യങ്ങളോടുകൂടി ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ ഒരു അത്താണിയായി മാറിക്കൊണ്ട് എല്ലാവരുടെയും ആ ഒരു ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയായി മാറുന്നത് ഇന്ന് RCMനെ അന്ന് ആ റിസ്ക് എടുത്ത് ഏറ്റെടുത്തുകൊണ്ട് മാത്രമാണ് അല്ലെ. അടുത്തതായി നമ്മുടെ ഗ്രേറ്റ് ലീഡർ ഗ്രേറ്റ് ഗുരുനാഥൻ നമ്മുടെ ഡോക്ടർ രാജൻ സാറ് അല്ലെ അന്നും ഇതേപോലെ തന്നെ അധികം ലീഡേഴ്സ് ഇല്ലാതിരുന്ന സമയത്തും RCMന് വലിയ വളർച്ച ഇല്ലാതിരുന്ന സമയത്തും അതിനെ ഏറ്റെടുത്തു. ഇന്ന് ഈ കാണുന്ന കേരളത്തിലെ RCM അല്ലെ ഇത്രയും വളർച്ചയ്ക്ക് കാരണക്കാരനായിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് ഗുരുനാഥൻ, ഒപ്പം തന്നെ നമ്മുടെ സ്റ്റാർ എമറാൾഡ് റൈസിംഗ് കോർഡിനേറ്റർ നമ്മുടെ ഗിരീഷ് സാറിന്റെ ഒരു വളർച്ച, ഇതെല്ലാം അല്ലെ സാറും ഗൾഫിലെ ജോലി വേണ്ട എന്ന് വെച്ച് RCMലേക്ക് വരുന്നു. അപ്പോ അത് ഏറ്റെടുക്കാനുള്ള ഒരു ചങ്കൂറ്റം അല്ലെ നമ്മുടെ സജീവ് സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ചങ്കൂറ്റുള്ളവർക്ക് ചെയ്യാനുള്ള ബിസിനസ്സാണ് RCM എന്ന്. അപ്പോ അങ്ങനെ ഒരു എന്തിനേയും ഏറ്റെടുത്തത് റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളവർക്ക് മാത്രമായിട്ടുള്ളതാണ് RCM. ആ റിസ്ക് എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എല്ലാവരും ഇവിടെ സ്റ്റാർ ആൻഡ് അബോവ് ലീഡേഴ്സ് ആയിട്ട് ഇന്ന് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ. എനിക്ക് വിജയിക്കാൻ വേണ്ടി ഞാൻ എന്ത് പാതയും പിന്തുടരും, അങ്ങനെയുള്ള ഒരു റിസ്ക് എടുത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ ഇരിക്കുന്നത് തന്നെ. പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, ലീഡേഴ്സ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് റിസ്ക് എടുത്താലേ റസ്ക് തിന്നാൻ പറ്റുമെന്ന്. ഇപ്പൊ റിസ്ക് എടുത്താൽ അല്ലെ നമ്മുടെ വരും തലമുറ മാത്രല്ല ഒരു 7 തലമുറയോളം അല്ലെ എത്ര ജനറേഷൻ നമുക്കുണ്ടോ അത്രത്തോളം ജനറേഷന് കഴിയാനുള്ള ഒരു അവസരമാണ് നമുക്ക് RCMലൂടെ കിട്ടുന്നത് അല്ലെ. ഭംഗിയായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു അവസരം ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തൊരു പോയിന്റ് ആണ് ഫെയിലിയർ, അതായത് പരാജയങ്ങളെ ചങ്കുറപ്പോടുകൂടി അതായത് ഏറ്റെടുക്കാൻ കഴിവുള്ളവർക്കുള്ളതാണ് RCM എന്ന് പറയുന്നു. ലീഡേഴ്സ് പറയുന്ന ഒരു കാര്യമാണ്, എന്ത് പരാജയം നമ്മളുടെ ജീവിതത്തിലായിക്കോട്ടെ, ഇപ്പൊ RCMലേക്ക് കടന്നു വന്നു, RCMലായിക്കോട്ടെ, ആദ്യം തുടക്ക സമയത്തൊക്കെ വരുന്ന സമയത്തൊന്നും നമുക്ക് അത്ര ഈസി ആയിരിക്കില്ല RCM. വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലീഡർ പറയും സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തവിടെണ്ണ കുടിക്കാൻ പറയും. തവിടെണ്ണ കുടിക്കുന്ന സമയത്ത് അല്ലെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. എണ്ണ എങ്ങനെ എണ്ണ കുടിക്കണേ, അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ ആ ബുദ്ധിമുട്ടിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ നമുക്ക് RCMലൂടെ വരുമ്പോൾ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അതിനെ തരണം ചെയ്ത് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിവുള്ളവർക്കുള്ളതാണ് RCM എന്നാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് പറയുന്നത്. ഒരുപാട് ലീഡേഴ്സിന് അല്ലെ RCMലേക്ക് വന്നതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്റെ ജീവിതത്തിൽ തന്നെ RCMലേക്ക് വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് എങ്ങനെയാ തരണം ചെയ്യണേ, നമുക്ക് ഇതിലൊരു ദീർഘമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട് അല്ലെ. ഒരു ഡ്രീം RCMലേക്ക് വരുമ്പോൾ തന്നെ ഡ്രീം നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലീഡേഴ്സ് ഒരുക്കി തരും. ആ ഡ്രീമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങളെ ഒന്നും നമുക്ക് നമ്മളുടെ ആ ജീവിതത്തിൽ ഒരു പ്രശ്നമേ അല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്കറിയാലേ, ചെറിയൊരു കുട്ടി നടന്നു തുടങ്ങുന്ന സമയത്ത്, പിച്ച വെച്ച് നടന്നു തുടങ്ങുന്ന സമയത്ത് ആ കുട്ടി പതുക്കെ അല്ലെ എണീക്കുമ്പോ തന്നെ ആ കുട്ടി വീഴും, വേഗം തന്നെ നടന്നു തുടങ്ങില്ല. ആ വീഴുന്ന സമയത്ത് മാതാപിതാക്കൾ എന്താ ചെയ്യാ, ഇനി കുട്ടി വീഴും, ഇനി നടക്കണ്ട എന്ന് പറഞ്ഞ് അവരെ പിടിച്ചിരുത്തില്ല അല്ലെ, വീണ്ടും കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് വീണ്ടും പതുക്കെ നടത്തും. അങ്ങനെയാണ് ആ കുട്ടി നടന്ന് അതിൽ എക്സ്പീരിയൻസ് ആവുന്നത് അല്ലെ. നമ്മളും ഇതിലേക്ക് കടന്നു വരുന്ന സമയത്ത് പരാജയങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലീഡേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ തരണം ചെയ്യാനുള്ള വഴികൾ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകും. അപ്പൊ നമുക്ക് RCMൽ വിജയിക്കാനായിട്ട് ഫെയിലിയർ നമുക്ക് ഒരു തടസ്സമേ അല്ല. അടുത്തതാണ് സെൽഫ് ഡൗട്ട്, അതായത് സ്വന്തമായിട്ട് സംശയം വരാം. എങ്ങനെയാ സ്വന്തമായിട്ട് നമുക്ക് സംശയം വരാം? ഈ സംശയം ഇല്ലാത്തവരാണ്, നമുക്ക് എല്ലാവർക്കും സംശയം വരും. ഈ സംശയത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതെങ്ങനെയാണ് നമ്മൾ മാറ്റിക്കൊണ്ടു പോകുന്നത്, അങ്ങനെയുള്ളവർക്കാണ് RCMലൂടെ വിജയിക്കാൻ സാധിക്കുള്ളൂ അല്ലെ. പല സംശയങ്ങളും നമുക്ക് വരാം. എനിക്കുണ്ടായ ഒരു സംശയമാണ്, ഇത്രയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ പ്ലാൻ ബുക്കിന്റെ വരുമാനം കിട്ടുന്ന ആ ഒരു പേജ് എടുത്ത് നോക്കുമ്പോൾ തുടക്കം 1000 രൂപ വരുമാനം, ലാസ്റ്റ് 21ാമത്തെ പടി കയറുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന വരുമാനമാണ് 50 ലക്ഷം രൂപ വരുമാനം. ഇതൊക്കെ കിട്ടുമോ അല്ലെ? നമുക്കൊരു ഡൗട്ടാണ്. തുടക്കം വരുമ്പോൾ കിട്ടുന്ന ഒരു നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു സ്വന്തമായിട്ട് വരുന്ന ഒരു സംശയങ്ങളാണ്. ഇതൊക്കെ ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമോ? അപ്പോ ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് എപ്പോഴാ തോന്നാ? ഇത് നേടിയെടുക്കുന്ന ആളുകളെ നമ്മൾ ജീവനോടെ കാണുമ്പോഴാണ് അല്ലെ
നമുക്കറിയാം 25 ലക്ഷം മേടിച്ചുകൊണ്ടിരിക്കുന്ന 25 ലക്ഷത്തിന് മേലെ മേടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡയമണ്ട് സുരേന്ദ്രവാഡ് സാർ ഉണ്ട്, സ്റ്റാർ ഡയമണ്ട് ഉണ്ട് നമുക്ക് ഇന്ത്യയിൽ. ഇവരെയൊക്കെ നമുക്ക് കാണാൻ, നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും സൂമിലൂടെയും ഒക്കെ നമുക്ക് പ്രോഗ്രാമുകൾ തന്ന് നമ്മളെ അവര് അല്ലെ ഇതിനൊരു പ്രൂഫായിട്ട് ഇങ്ങനെയുള്ള ആളുകളും ഇന്ന് RCM ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു തെളിവായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുമ്പോ RCMൽ വിജയിക്കോ വിജയിക്കില്ലേ, ഞാനിത് ഏറ്റെടുക്കണോ ഏറ്റെടുക്കണ്ടേ, ഇങ്ങനെയുള്ള ഒരു ഡൗട്ടൊക്കെ നമുക്ക് വരണ്ട, എന്തെങ്കിലും ഒരു സംശയത്തിന് ഇടവരുത്തേണ്ട കാരണം ഉണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. 100% വിശ്വസിച്ച് തന്നെ നമുക്ക് RCMനെ ഏറ്റെടുക്കാം. ഒരു സ്വന്തമായിട്ട് ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ് അപ്ലൈനോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. എനിക്ക് ഇങ്ങനെ പറയണം, എനിക്ക് ഇങ്ങനെ ഡൗട്ടൊക്കെ ഉണ്ട്, ഇതൊക്കെ നടക്കോ അല്ലെ? അപ്പൊ നമുക്ക് അവര് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പറയും. അതൊക്കെ നമ്മൾ കേൾക്കുക. അതേപോലെ തന്നെ അവര് എത്തേണ്ടോടത്ത് നമ്മൾ എത്തിക്കും അല്ലെ, പ്രോഗ്രാമുകളിലേക്ക് എത്തിക്കും, അതേപോലെ മറ്റു ലീഡേഴ്സിന്റെ മുന്നിലേക്ക് എത്തിക്കും. അപ്പൊ നമുക്ക് ഈ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല. ഒപ്പം തന്നെയാണ് ക്രിറ്റിസിസംസ്, വിമർശനങ്ങളെ നേരിടുന്നവർക്കുള്ളതാണ് RCM ബിസിനസ്. അങ്ങനെയുള്ളവർക്കാണ് റിയൽ ആയിട്ട് RCMൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഒരുപാട് വിമർശനങ്ങൾ വരും അല്ലെ നമ്മൾ RCMലേക്ക് കടന്നു വരുമ്പോൾ, തുടക്ക സമയത്തൊക്കെ അല്ലെ. അതിനൊക്കെ തരണം ചെയ്തിരിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ആണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റാർ ആൻഡ് അബോവ് ലീഡേഴ്സും. കാരണം വിമർശനങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വരില്ലേ, നിന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല, എന്നോട് ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നീ എന്തിനാ ഇത്രയൊക്കെ പഠിക്കാൻ പോയി, PSC ഒക്കെ നല്ല രീതിയിൽ പഠിച്ച് നിനക്ക് ഒരു ഗവൺമെന്റ് ജോലിക്ക് ട്രൈ ചെയ്തൂടെ, എന്തിനാ വെറുതെ ഇതൊക്കെ കൊണ്ട് നടക്കുന്നത് അല്ലെ. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് വിമർശനങ്ങൾ. പിന്നെ പറയും ഈ കമ്പനിയെ കുറിച്ച് വിമർശിക്കും. കമ്പനി എങ്ങനെയാന്ന് വല്ല ഐഡിയ ഉണ്ടോ അല്ലെ, എവിടെയാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അതേപോലെ നീ ഒരുപാട് ആളുകളെ ഇതിലേക്ക് കൊണ്ടുവന്ന അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? അതേപോലെ ഈ പ്രൊഡക്റ്റ് ഒക്കെ സ്ഥിരമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവോ? ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് വിമർശനങ്ങളാണ് അല്ലെ. പക്ഷെ ഇതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലീഡേഴ്സുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒപ്പം തന്നെ അതിന് പരിഹാരമായിട്ട് അവരിൽ നിന്ന് കേൾക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ അതേപടി അനുസരിക്കുക. വെള്ളം ചേർക്കാതെ അല്ലെ, പാലിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ടേസ്റ്റ് കുറയില്ലേ ചായ ഉണ്ടാക്കുമ്പോൾ? അതേപോലെ തന്നെയാണ് ലീഡേഴ്സ് പറയുന്ന കാര്യത്തിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ RCMൽ വിജയിക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും. നമ്മുടെ ബുദ്ധിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ സ്വയം ബുദ്ധിക്ക് അല്ലെ. കഴിഞ്ഞൊരു പ്രോഗ്രാമിൽ ചോദിച്ചു ബുദ്ധിയുള്ളവർ ആരൊക്കെയാന്ന് നമ്മുടെ നോബിൾ സാറ് ചോദിച്ചു. അപ്പൊ എല്ലാവരും അല്ലെ, ബുദ്ധിയില്ലാത്തവർ ആരില്ല, എല്ലാവരും കൈപ്പൊക്കും. ആദ്യത്തെ പ്രോഗ്രാമിൽ ചോദിച്ചപ്പോ ഞാനൊക്കെ കൈപ്പൊക്കി. രണ്ടാമത്തെ പ്രോഗ്രാമിൽ ചോദിച്ചപ്പോ ഞാൻ കൈപ്പൊക്കിയില്ല. കാരണം അപ്പൊ പറയും ആ ബുദ്ധിയുള്ള ആളുകൾക്കുള്ളതല്ല RCM എന്ന്. കാരണം എന്താ? നമ്മുടെ ബുദ്ധിയല്ല ഇവിടെ പ്രയോഗിക്കേണ്ടത്, നമ്മുടെ ലീഡേഴ്സിന്റെ ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടത്. അവര് പറഞ്ഞു തരും ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പ്രോഗ്രാമിന് പോകണം, ആ പ്രോഗ്രാമിൽ നിന്ന് നമുക്ക് ഇതിനുള്ള മറുപടികളൊക്കെ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും പ്രോഗ്രാമുകൾ കൂടുതൽ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കണം. ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട് അല്ലെ. ഹോം മീറ്റിംഗ് ഉണ്ട്, ഹോൾ പ്രോഗ്രാമുകൾ ഉണ്ട്, 1-to-1 മീറ്റിംഗ് ഉണ്ട്, മെഗാ പ്രോഗ്രാമുകൾ ഉണ്ട്, മെഗാ ഈവന്റുകൾ ഉണ്ട് അല്ലെ. അങ്ങനെ ഒരു മെഗാ ഈവന്റ് ആണ് നമുക്ക് ഈ ഫെബ്രുവരി 16 നമ്മുടെ രാജഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കാൻ പോകുന്നത് അല്ലെ. നമ്മുടെ അല്ലെ യൂത്ത് പവർഫുൾ ലീഡർ ആയിട്ടുള്ള നമ്മുടെ ലീഡറാണ് വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് RCM എന്ന് പറയുന്ന നെക്സ്റ്റ് ജനറേഷന്റെ ബിസിനസ് ആണ്. യുവതലമുറകൾ അടുത്ത ഒരു ജനറേഷൻ ഏറ്റെടുക്കുന്ന ഒരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കെല്ലാം ഒരു പ്രചോദനം തരുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും 16 നടക്കുന്ന പ്രോഗ്രാം. അപ്പൊ നമ്മളെല്ലാവരും തന്നെ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ തയ്യാറെടുപ്പിലാണ്. ആരെയൊക്കെ പങ്കെടുപ്പിക്കണം, ആരൊക്കെയാണ് അതിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ലിസ്റ്റൊക്കെ എഴുതി നമ്മളെല്ലാവരും അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അടുത്തതായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ടൈം ഡിസിപ്ലിൻ. ടൈം ഡിസിപ്ലിൻ ജീവിതത്തിൽ കൊണ്ടുവരുന്നവർക്കുള്ളതാണ് RCM. അങ്ങനെയുള്ളവർക്കാണ് റിയൽ ആയിട്ടുള്ള സക്സസ് RCM ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സും അല്ലെ. നമ്മുടെ ഡോക്ടർ രാജൻ സാറ് ഡിസിപ്ലിന്റെ കാര്യത്തിൽ അല്ലെ നമ്മളെല്ലാവരെയും ആ ഡിസിപ്ലിൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അല്ലെ. ചിട്ടയായിട്ടുള്ള ഒരു ജീവിത രീതി. ഞാനൊക്കെ RCMലേക്ക് വരുന്നതിനേക്കാളും മുമ്പ് അല്ലെ എങ്ങനെയൊക്കെയോ ജീവിച്ചുകൊണ്ടിരുന്നു. പക്ഷെ RCMലേക്ക് കടന്നു വന്നതിന് ശേഷം നമ്മളെ സ്വയം സ്നേഹിക്കാൻ പഠിക്കുകയും നമ്മൾ എന്താണെന്ന് തിരിച്ചറിയുകയും അല്ലെ, നമ്മളുടെ ജീവിതം അതേപോലെ തന്നെ നമ്മളുടെ ആ ശരീരത്തെ കുറിച്ചും ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകളാണ് നമുക്ക് ഇതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരു ഡിസിപ്ലിനോട് കൂടി അല്ലെ രാവിലെ എഴുന്നേൽക്കുന്നു, ഒപ്പം തന്നെ ഹെൽത്ത് കാർഡ് ഓയിൽ കുടിക്കുന്നു, അങ്ങനെ ഓരോ എക്സസൈസ് ചെയ്യുന്നു,
ഒപ്പം തന്നെ നമ്മൾ PVMF, O കഴിക്കുന്നു അല്ലെ, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, ഇതൊക്കെ നമ്മൾ കഴിക്കുന്നു. ഇതൊക്കെ കഴിക്കാനുള്ള അറിവ് നമുക്ക് എവിടെന്നാ കിട്ടിയേ? RCMൽ വന്നതിന് ശേഷം മാത്രമേ കിട്ടിയണത് അല്ലെ. ഇത് ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ചിട്ടയായ ഒരു ജീവിത രീതിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിലൂടെ വിജയിക്കാൻ സാധിക്കുള്ളൂ. നമ്മളെല്ലാവരും നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അല്ലെ, നമുക്കറിയാം നമ്മുടെ മെയിൻ ലക്ഷ്യം തന്നെ ആരോഗ്യമാണ്. നമുക്ക് ആരോഗ്യമില്ലാതെ മറ്റുള്ള ആളുകൾക്ക് ആരോഗ്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് പറയുന്നത്, സ്വന്തം ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം മറ്റുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പോകേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ RCMന്റെ പ്രൊഡക്ട്സ് നമ്മൾ 100% ഉപയോഗിക്കണം. എങ്കിലാണ് നമുക്ക് ആരോഗ്യം കിട്ടുള്ളൂ. എന്നാലാണ് നമുക്ക് ആരോഗ്യം പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ജീവിത രീതി അല്ലെ, എല്ലാ തരത്തിലുള്ള ചിട്ടയായിട്ടുള്ള ജീവിത രീതിയിലൂടെയും ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലാണ് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. റിലേഷന്റെ കാര്യത്തിലായാലും അല്ലെ, നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ടുള്ള ഒരു റിലേഷൻ, അതും ഒരു ഡിസിപ്ലിനോട് കൂടിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അസോസിയേറ്റ് ബയേഴ്സ്, നമ്മുടെ കൂടെ വരുന്നവരെ അല്ലെ, ആ ചേർത്ത് പിടിക്കുന്നതും അതും ഒരു ഡിസിപ്ലിനാണ്. എല്ലാം തന്നെ വളരെ ചിട്ടയായിട്ടുള്ള ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ RCMൽ വന്നതിന് ശേഷമാണ്. അതേപോലെ ടൈം ഡിസിപ്ലിൻ അല്ലെ, സമയത്തിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെ, ഇന്ന് ഈ ഒരു നിമിഷം ഇപ്പൊ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, കഴിഞ്ഞ നിമിഷം നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ സമയം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അപ്പൊ ആ സമയവും നമ്മൾ നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാനായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ RCM എന്ന ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ്. ഒപ്പം തന്നെ ഡിസിപ്ലിനോട് കൂടി നമ്മൾ എങ്ങനെ മണി മാനേജ്മെന്റ് ചെയ്യാം അല്ലെ, അതും നമ്മൾ ഞാനൊക്കെ RCMൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമുക്ക് എത്രയോ വിലയേറിയ അല്ലെ, യുണിക് എഡ്യൂക്കേഷൻ സിസ്റ്റം, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം RCMലൂടെയാണ് കിട്ടുന്നത്. സ്കൂളുകളിലൊക്കെ ഒരുപാട് വിദ്യാഭ്യാസം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അതിലൊക്കെ എന്താ, നമ്മളെ ഒരു ജോലിക്കാരനാവാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസമാണ് നമുക്ക് തരുന്നത്. ജോലി എടുക്കുക, കുടുംബം നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. കുടുംബം നോക്കാനൊന്നും അതിൽ പറയുന്നില്ല, പഠിച്ച് എങ്ങനെ ഒരു ജോലിക്കാരനാവാം, ഇത്രയും മാത്രമേ നമുക്ക് നമ്മുടെ അതായത് സാധാരണ ലെവലില് പ്രൈമറി വിദ്യാഭ്യാസങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതേസമയം RCMൽ നമുക്ക് ഒരു മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എത്രയോ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇങ്ങനെ പഠിക്കാനുള്ള ഒരു അവസരം സർവേശ്വരൻ നമുക്ക് തന്നത് അല്ലെ, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ആളുകൾക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് RCM. എത്രയോ ആളുകൾ പുറത്തു നിൽക്കുന്നു, എത്രയോ ആളുകൾ ഒന്നുമില്ലാതെ അല്ലെ, ആരോഗ്യമില്ലാതെ, വരുമാനമില്ലാതെ, സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ പുറത്തു നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും RCM മനസ്സിലായിട്ടില്ല. അവരുടെ തലയെക്കൂടെ RCMന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു വര വരച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് നമ്മളുടെ തലയിൽ ആ ഒരു RCM എന്ന ആ ഒരു വര വരച്ചത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പോ ഡിസിപ്ലിൻ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം എന്നാണ് നമ്മുടെ ലീഡേഴ്സ് എപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു നിർദ്ദേശം. അതേപോലെ സാക്രിഫൈസ്, ത്യാഗ മനോഭാവം ഉള്ളവർക്കുള്ളതാണ് RCM എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ അങ്ങനെയാണ്. ത്യജിക്കാൻ മനസ്സുള്ളവര്. എന്തൊക്കെയാ ത്യജിക്കുക? ഇഷ്ടമുള്ള കാര്യങ്ങൾ ത്യജിക്കാനായിട്ട് നമ്മൾ എല്ലാവരും തീരുമാനിക്കില്ല. RCMലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ ലീഡേഴ്സ് അങ്ങനെയാ ചെയ്യുന്നത്. നമ്മുടെ ഗിരീഷ് സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്, വീട്ടിൽ നിന്ന് അല്ലെ, നമ്മൾ എത്രത്തോളം സമയം നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ വീട്ടിൽ നമ്മുടെ സമയം ചെലവഴിക്കുന്നുവോ അതിനനുസരിച്ചാണ് നമുക്ക് RCMൽ വിജയിക്കാൻ സാധിക്കാന്ന് അല്ലെ. 6 മണി അല്ലെങ്കിൽ 6 മണി 7 മണി കഴിഞ്ഞിട്ടുള്ള സമയം 10, 12, ഒരു 11 മണി വരെ മറ്റുള്ളവരുടെ വീടുകളിൽ നമ്മൾ എത്രത്തോളം സമയം ചെലവഴിക്കാൻ സാധിക്കുന്ന പോലെ നമ്മുടെ വീട്ടില് ടിവിയും കണ്ട് വീട്ടിലുള്ളവരുടെ മക്കളുടെ കൂടെ, ഹസ്ബൻഡിന്റെ കൂടെ അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ സന്തോഷിച്ചിരിക്കുന്ന ഒരു സമയത്ത് ആ സമയം വേണ്ട എന്ന് വെച്ചുകൊണ്ട്, ആ സന്തോഷം വേണ്ട എന്ന് വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് RCMായിട്ട് കടന്നു ചെല്ലുമ്പോൾ ആ ഒരു അല്ലെ, അതാണ് ശരിക്കും ഒരു ത്യാഗ മനോഭാവം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇഷ്ടമുള്ള കാര്യം, നമ്മുടെ സന്തോഷ് നായർ സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇഷ്ടമുള്ള കാര്യങ്ങള് ത്യജിച്ച് നമ്മുടെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കിട്ടുന്നത് അല്ലെ. എല്ലാവർക്കും രാവിലെ തന്നെ എഴുന്നേൽക്കാനായിട്ട് വളരെയധികം മടിയാണ്, ഇഷ്ടമില്ല അല്ലെ ഇതൊക്കെ ചെയ്യാനായി. രാവിലെ എഴുന്നേൽക്കുന്നു, ഞങ്ങൾക്ക് രാവിലെ 6 മണിക്ക് തന്നെ ഗൂഗിൾ മീറ്റ് ഉണ്ട്. അതൊരു 3 വർഷത്തോളമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. പക്ഷെ അത് ഇഷ്ടമില്ല അല്ലെ, ആർക്കും ഇഷ്ടമില്ല നേരത്തെ എഴുന്നേൽക്കാനായിട്ട്. രാവിലെ തന്നെ മൂടിപ്പോച്ച്, തണവുള്ള സമയമൊക്കെ ആണെങ്കിൽ മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ആ ഒരു ഇഷ്ടമുള്ള കാര്യം നമ്മൾ പതുക്കെ മാറ്റിക്കൊണ്ട് മാറി അതായത് അതിനെ മാറ്റി വെക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചു കഴിഞ്ഞപ്പോ
ഇന്നിപ്പോ നല്ല രീതിയിൽ തന്നെ ആ ഒരു ടീമിനെ ഡെവലപ്പ് ആക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും അതിലൂടെ നല്ലൊരു ടീം ആയിക്കൊണ്ട് നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇതൊരു റോയൽറ്റി വരുമാനം മേടിക്കാനായിട്ട് സാധിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ത്യജിച്ചത് കൊണ്ടാണ്. എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നുവോ അതിനനുസരിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോ സാക്രിഫൈസ്, ത്യാഗ മനോഭാവമുള്ളവര് എന്തായാലും ആർസിഎമ്മിലൂടെ വിജയിക്കുമെന്നാണ് നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും തന്നെ നമുക്ക് കാണിച്ചപ്പോ. നമ്മൾ ഓരോ യാത്രകൾ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്തെല്ലാം നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോ ഒരുപാട് ഇപ്പോ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ബിസിനസിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടുകാരിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് ചെയ്യണത് അല്ലെ. പക്ഷെ നമുക്കൊരു ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ട്, ഒരു ദീർഘവിഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ എന്താ പറയാ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ കാര്യങ്ങൾ, സുഖ സൗകര്യങ്ങളൊക്കെ ത്യജിക്കുന്നത്. നമുക്കറിയാം ഒരു 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ സുഖ സൗകര്യത്തോടു കൂടി അനുഭവിക്കാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് ആർസിഎമ്മിലൂടെ കിട്ടുമെന്ന്. കാരണം ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലീഡേഴ്സ് ഇന്ന് ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പൊ അവരെയാണ് നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത്. അതേപോലെ റിജക്ഷൻസ്, നമ്മുടെ ജീവിതത്തിൽ റിജക്ഷൻസ് വരുമ്പോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആർസിഎമ്മുമായി മുന്നോട്ട് പോകുമ്പോൾ റിജക്ഷൻസിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നവർക്കുള്ളതാണ് ആർസിഎം എന്ന് പറയുന്നത്. ഒരുപാട് റിജക്ഷൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു, വീട്ടിൽ നിന്ന് തന്നെ റിജക്ഷൻ വരും അല്ലെ. ഒരുപാട് കാര്യങ്ങൾ നിന്നെ കൊണ്ട് അത് സാധിക്കില്ല, അതേപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് നിനക്ക് അതിനുള്ള കഴിവില്ല അല്ലെ. ഈ കഴിവൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു കാര്യമല്ലേ. നമുക്ക് നമ്മളെ വളർത്താനായിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ പറയാനോ മറ്റുള്ള ആളുകളുടെ മുന്നിൽ 2 വാക്ക് നിന്നുകൊണ്ട് 2 വാക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവൊന്നും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാ. എനിക്ക് പറയണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറയാനായിട്ട് നാവ് പൊങ്ങില്ല അല്ലെ. നമ്മളുടെ ചങ്ക് കിടന്ന് ഇടിക്കും അല്ലെ. ഹൃദയത്തിന്റെ പമ്പിങ് വളരെ സ്പീഡിലായിരിക്കും ആ സമയത്തൊക്കെ. ഞാൻ കുട്ടികളുടെ പാരന്റ്സ് മീറ്റിങ്ങിനൊക്കെ പോണ സമയത്ത് അഭിപ്രായം പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറയാനായിട്ട് പറ്റില്ല. എന്റെ ഉള്ളിൽ കിടന്ന് എന്താ പറയാ ഭയങ്കര ചങ്കിടിപ്പായിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമുക്ക് ഈ അറിവൊക്കെ എവിടെന്നാ കിട്ടിയ, ഈ ഒരു ആർജവം അല്ലെങ്കിൽ ഈ ഒരു ശക്തി, ഇതൊക്കെ നമുക്ക് എവിടെന്നാ കിട്ടിയ? നമ്മുടെ ലീഡേഴ്സ് നിന്നെ കൊണ്ട് അത് പറ്റും അല്ലെ, നിനക്കതിന് കഴിയും, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളെ കൈ പിടിച്ചുയർത്തിക്കൊണ്ട് നമ്മളെ ഓരോ പ്രോഗ്രാമിലും മൈക്ക് പിടിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കും. ഒപ്പം തന്നെ പറയാൻ പഠിപ്പിക്കും, പറഞ്ഞ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദി ഉണ്ടാക്കി തരും. ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ കഴിവിനെ വളർത്തിയെടുക്കുന്നത്. പുറമേ നിൽക്കുന്നവർക്ക് അറിയില്ല ആർസിഎമ്മിൽ വന്നാൽ എന്തൊക്കെ കിട്ടുന്നു. അവർ പറയും നിന്നെ കൊണ്ട് കഴിയില്ല അല്ലെ. പലരും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ആർസിഎം പറയും നിനക്ക് അതിനൊക്കെ സാധിക്കും, പക്ഷെ എന്നെ കൊണ്ട് അതിനൊന്നും സാധിക്കില്ല, അങ്ങനെ പറയും. അപ്പോ നമ്മളെ കൊണ്ട് എങ്ങനെയാ സാധിച്ചേ? നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൊക്കെ വന്ന് പങ്കെടുത്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അപ്പൊ നമുക്കൊരു ശക്തി, എവിടെന്നോ ഒരു ശക്തി നമ്മളിലേക്ക് വരൂലേ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്റെ ഉള്ളില് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ ഉണർത്താനും അതിനെ തട്ടിയെടുത്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുമുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് ആർസിഎം. എനിക്കിത് വേണം, എന്നെ കൊണ്ട് ഇത് സാധിക്കും, ഞാനിത് ചെയ്താൽ എനിക്ക് ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു നന്മ എത്തിക്കാൻ പറ്റും, ഞാനൊരു നന്മയാണ് ചെയ്യുന്നത്, ജനങ്ങൾക്ക് ആരോഗ്യം കൊടുത്തുകൊണ്ട്, ജനങ്ങൾക്ക് വരുമാനം കൊടുത്തുകൊണ്ട് നല്ലൊരു ഭാരതത്തെ കെട്ടിപ്പടുക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി എന്നിലൂടെ സാധിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് അല്ലെ. ആ റിജക്ഷൻസ് തരുമ്പോ ആ റിജക്ഷൻസ് കേട്ടുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും സാധിക്കില്ല. അപ്പൊ ഒരുപാട് റിജക്ഷൻസ് ഒക്കെ വരണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലീഡേഴ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അതിനൊക്കെ തരണം ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു തരുമ്പോ അതിനൊക്കെ ഏറ്റെടുക്കാനായിട്ട് നമ്മളെല്ലാവരും സ്വീകരിക്കണം. ഒപ്പം തന്നെ ലേറ്റ് നൈറ്റ്, അതായത് എത്രയും വേഗം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് കെടുക്കണം അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് കയറി വരണം എന്നുള്ള ചിന്താഗതി ഉള്ളവർക്കുള്ളതല്ല ആർസിഎം എന്നാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാ? ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചില്ലേ, ഞാനൊക്കെ ആർസിഎമ്മിന്റെ ഒരു പ്രോഗ്രാമിന് പോണ സമയത്ത് പോയി കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും 6 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തണം എന്നുള്ള ഒരു ചിന്തയാണ്. ഒരു 4-4:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയം കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ആ പ്രോഗ്രാം കഴിഞ്ഞ് വേഗം വീട്ടിലെത്തണം. ഹസ്ബൻഡ് ജോലിക്ക് പോയി വരുന്നതിനേക്കാളും മുമ്പ് വീട്ടിലെത്തണം, കുട്ടികള് സ്കൂളിൽ പോയി വരുന്നേക്കാളും മുമ്പ് വീട്ടിലേക്ക് എത്താൻ നോക്കണം. അങ്ങനെ ഒരു ചിന്താഗതിയാ. പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു ചിന്താഗതിയോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആർസിഎമ്മിൽ വളർച്ച ഉണ്ടാവില്ല. അത് സ്ത്രീകളുടെ കാര്യം. പുരുഷന്മാർക്കാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരുന്നേ ഇല്ല അല്ലെ. അവർക്ക് ഏത് സമയം വേണമെങ്കിലും ബിസിനസിന്റെ ആവശ്യങ്ങൾക്കായിട്ട് പോവാം. ഫാമിലി ആയിട്ട് ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്.
അപ്പൊ ഞാനൊക്കെ തുടക്ക സമയത്ത് മീറ്റിങ്ങിനൊക്കെ പോയി വരുന്ന സമയത്ത് സാറ് നേരത്തെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ വളരെയധികം ദേഷ്യപ്പെട്ടായിരിക്കും ഇരിക്കുക. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. അതിനൊക്കെ ആ സാഹചര്യങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് എല്ലാം മനസ്സിലാക്കി ആർസിമിലേക്ക് ഫാമിലി ആയിട്ട് രണ്ടുപേരും കൂടി വന്നപ്പോ ഒരുപാട് ലേറ്റ് ആയാലും ഒരു പ്രശ്നമില്ല അല്ലെ. കാരണം ഞങ്ങൾ വയനാടൊക്കെ പോയി വരുന്ന സമയത്ത് 2 മണിയായിട്ടാ വീട്ടിലെത്താം. അപ്പോ രണ്ടുപേർക്കും ആർസിയെ മനസ്സിലായി. പിന്നെ എന്താ പ്രശ്നം? അതേപോലെ തന്നെ അട്ടപ്പാടിയിൽ പോകുന്ന സമയത്തായാലും 11 മണി കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിലെത്താ. രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് പോകും. എഴുന്നേറ്റ് പോണ സമയത്തായാൽ പോലും മോൻ ചിലപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവില്ല രാവിലെ 5 മണിക്ക് പോകുമ്പോ. അതേപോലെ തന്നെ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് അവൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും അല്ലെ. ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ടാ? ഒരു ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ടാണ് ഇതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം കൃത്യസമയത്ത് അല്ലെ, ആർസിമിൽ ഒരു പ്രോഗ്രാമിന് പോയി ഇന്ന സമയത്ത് ആ സമയത്ത് തന്നെ വീട്ടിൽ തിരിച്ചെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും നമ്മൾ വീട്ടിലുള്ളവർക്ക് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചോദിക്കും എന്താ നേരത്തെ വരാതിരുന്നേന്ന് ചോദിക്കൂലേ. എന്റെ മോൻ രാവിലെ പോകുമ്പോ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമ്മ ഇന്ന് എവിടെ ഉണ്ടാവാ? വീട്ടിലുണ്ടാവോ, കടയിലുണ്ടാവോ, അതോ എപ്പോഴാ വരാന്ന് അല്ലെ. അപ്പൊ ഞാൻ പറയും പറയാൻ പറ്റില്ല, ചിലപ്പോ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ കടയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ ലേറ്റ് ആവും, അപ്പൊ വിളിക്കാം എന്ന് പറയും. അപ്പൊ വിളിക്കും, അപ്പൊ കാര്യങ്ങൾ പറയും. അപ്പൊ ഇതിനൊക്കെ മനസ്സിലാക്കാനായിട്ട് കുട്ടികളും പഠിച്ചു തുടങ്ങി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏത് പ്രോഗ്രാം ആയാലും ആർസിഎമ്മിന്റെ എന്ത് കാര്യങ്ങളായി നമ്മൾ 1-to-1 മീറ്റിംഗിൽ ഒരാളെ കാണാൻ പോവായാലും അല്ലെ, നമ്മൾ ആർസിഎം പറയുകയാണെങ്കിൽ നമ്മൾ എത്ര സമയം കിട്ടിയാലും നമുക്ക് അത് തികയില്ല. പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയും. പറഞ്ഞ് പോരുന്ന സമയത്തായിരിക്കും വേറൊരാളെ കാണാം. അപ്പോ ആളോട് നമ്മൾ ആർസിഎം പറയാൻ നിൽക്കും. അങ്ങനെയാണ് അല്ലെ. ആർസിഎം നമുക്ക് ആർസിഎമ്മിനെ സീരിയസ് ആയിട്ട് ഏറ്റെടുക്കുന്ന ഒരാൾക്ക് പോലും അങ്ങനെ വെറുതെ ഇരിക്കാനോ ആ സമയത്തെ വെറുതെ കളയാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പോ അടുത്തതായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. എപ്പോഴും പറയുന്ന കമ്പനി തന്നെ നമുക്കൊരു കൺസിസ്റ്റൻസി പ്ലാൻ കൊണ്ടുവന്നേക്കാണ് അല്ലെ. അപ്പോ കമ്പനിയുടെ ഒരു വിഷൻ അല്ലെ, ഇത്രയധികം വിഷനോട് കൂടി നിൽക്കുന്ന ഒരു കമ്പനിയുടെ കൂടെ അതിന്റെ ഒരു ഭാഗമാവാനായിട്ട് നമുക്ക് സാധിച്ചതിൽ നമുക്ക് സർവേശ്വരനോട് എന്നും നന്ദി പറയാം. ഒപ്പം തന്നെ നമ്മുടെ TCGയോടും എല്ലാ നിമിഷവും നമുക്ക് നന്ദി, ഏത് നിമിഷവും നമുക്ക് നന്ദി അറിയിക്കാം. കൺസിസ്റ്റൻസി ആയിട്ട് നിൽക്കുന്നവർക്ക് മാത്രമാണ് ആർസിഎമ്മിൽ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയ എല്ലാവരും തന്നെ പ്രതിസന്ധികളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ആർസിഎമ്മിൽ വന്നതിന് ശേഷം കമ്പനി ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. എന്നിട്ട് പോലും ആർസിഎമ്മിനെ നെഞ്ചോട് ചേർത്തത് കൊണ്ടാണ് ഇന്ന് ഒരുപാട് വലിയ പൊസിഷൻസ് ഒക്കെ എത്തി നിൽക്കാനായിട്ടും അതിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ടും ഒക്കെ സാധിക്കുന്നത്. ആ കൺസിസ്റ്റൻസിയിലെ നിരന്തരമായ പഠനവും ആർസിഎമ്മിൽ വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള സുരാഗ് സാറെ എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് നിരന്തരമായിട്ടുള്ള പഠനവും നിർത്താതെയുള്ള പ്രവർത്തനവും അല്ലെ. ആർസിഎമ്മിൽ പഠിച്ചുകൊണ്ടേയിരിക്കുക. ലേൺ, ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്. നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുക. പഠിക്കുന്ന കാര്യങ്ങള് പറയാനായിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന ആളുകളെ നമ്മളുടെ കൂടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ ഓരോ പ്രോഗ്രാമുകളും നമ്മൾ മിസ് ചെയ്യാതെ ആ പ്രോഗ്രാമിലേക്ക് അവരെ എത്തിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ സ്വന്തമായി നമ്മൾ മാത്രം പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാതെ നമ്മൾ എത്രത്തോളം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുവോ ഒപ്പം തന്നെ നമ്മുടെ കൂടെ എത്ര പേര് നമ്മുടെ പ്രോഗ്രാം നമ്മുടെ കൂടെ എത്ര പേരെ നമുക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുവോ, നമ്മളില്ലെങ്കിൽ പോലും നമ്മുടെ ടീം എവിടെയൊക്കെയാണോ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നുവോ അതിനനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മുടെ വിജയം. അതൊക്കെ ഉണ്ടാവണമെങ്കിൽ, അതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ ഇതില് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ആർസിഎമ്മിൽ ഉണ്ടാവണം അല്ലെ. നമ്മൾ കുറച്ച് നാൾ 6 മാസം ആർസിഎം ചെയ്തു, 6 മാസം ആർസിഎമ്മിൽ നിന്ന് വിട്ടു നിന്നു. പക്ഷെ നമുക്ക് ഒരു സ്ഥിരത ഉണ്ടാവില്ല അല്ലെ. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ആർസിഎമ്മിന്റെ അല്ലെ പല കാര്യങ്ങളും നമുക്ക് മിസ്സാവും. അതേസമയം നമ്മൾ പതുക്കെ അല്ലെ ചിലപ്പോൾ നമുക്ക് എല്ലാ സമയവും ചെയ്യുന്ന പോലെ തന്നെ ചെയ്തുകൊണ്ട് പോവാനായിട്ട് നമുക്ക് സാധിക്കില്ല അല്ലെ. നമ്മുടെ ലീഡേഴ്സ് തരുന്ന ടാർഗറ്റ്സുകൾ ഒരേപോലെ ചിലപ്പോൾ നമുക്ക് ചെയ്തു പോകാനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മൾ നിരന്തരമായിട്ട് പതുക്കെ അതിനെ ഏറ്റെടുക്കാനും നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് നിന്നുകൊണ്ട് നമ്മുടെ അസോസിയേറ്റ് ബയേഴ്സിന്റെ ആ സാഹചര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും അതിനൊക്കെ നമ്മൾ പഠിച്ച് ഇതിൽ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ഉണ്ടാവണം അല്ലെ. ആരില്ലെങ്കിലും നമ്മളുണ്ടെങ്കിൽ മാത്രമാണ് ഇതിലൂടെ കിട്ടുന്ന അറിവുകൾ നമുക്ക് പകർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ കൂടെ ഇങ്ങനെ പലരും വരൂലേ. തുടക്ക സമയത്തൊക്കെ വന്ന ആളുകൾ ഇന്നിപ്പോ കൂടെ ഉണ്ടായിരിക്കില്ല. ചിലരുണ്ടായിരിക്കാം, ചിലരുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ ഇതിലുണ്ടോ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക്, ഇപ്പൊ ഞാൻ ഇതിലുണ്ടായത് കൊണ്ടല്ലേ എനിക്ക് ഇന്ന് സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആയി നിൽക്കാനും ഒപ്പം തന്നെ ഒരു റോയൽറ്റി വരുമാനം മേടിക്കാനും കമ്പനി തരുന്ന ഒരു ബോണസ് അല്ലെ. ഇപ്പൊ കുറച്ച് നാളുകളെ ആയിട്ടുള്ള ബോണസ് തന്നു തുടങ്ങിയിട്ട് ആ ബോണസ് മേടിക്കാനും പർച്ചേസർ ഇൻ യുവർ ക്ലബിൽ കയറി ആ പർച്ചേസർ ഇൻ ക്ലബില് ബോണസ് മേടിക്കാനും ഒക്കെ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? കൺസിസ്റ്റൻസി ആയിട്ട് ആർസിഎം ചെയ്തത് കൊണ്ട് മാത്രം
സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നാൽ മാത്രല്ലേ, ഉറച്ചു നിന്നാൽ മാത്രല്ലേ ഇതിലൂടെ വരുന്ന ഓരോ സൗഭാഗ്യങ്ങളും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് വരാം. പക്ഷേ നമ്മൾ ഇതിൽ നിൽക്കാം, നമുക്കൊരു ഉറച്ച തീരുമാനം ഉണ്ട് അല്ലെ, ഇതിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും സ്റ്റാർ ആൻഡ് അബോവ് ലീഡേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ വന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു വിഷയം ഒന്നും ഉണ്ടാവില്ല അല്ലെ, അവര് നമ്മളെ പോലെ തന്നെ തുടക്ക സമയത്ത് പല പല ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കും. അപ്പൊ അതൊക്കെ നമ്മള് തരണം ചെയ്തു കൊടുക്കണമെങ്കിൽ നമ്മൾ ഇതില് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ ഉണ്ടാവണം. നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെ, നമുക്കും ആ തുടക്ക സമയത്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ആ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാ സോൾവ് ചെയ്തേ, നമ്മുടെ ലീഡേഴ്സ് നമുക്ക് ആ പ്രശ്നത്തിനുള്ള പ്രോബ്ലം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രോബ്ലം ക്രിയേറ്റർ ആവാതെ ഒരു പ്രോബ്ലം സോൾവർ ആയിട്ട് മാറിയാൽ മാത്രമേ ആർസിമിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ എന്ന്. അപ്പൊ നമ്മുടെ കൂടെ വരുന്നവർക്ക് ആ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ടീമിനെയും വളർത്തിയെടുത്ത് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇതിൽ കൺസിസ്റ്റൻസി ആയിട്ട് ഉണ്ടാവണം. നമ്മളെ ഡോക്ടർ രാജൻ സാറ് നമുക്ക് എല്ലാ മാസവും കൺസിസ്റ്റൻസി ആയിട്ട് ഇപ്പൊ പല പല ഓഫറുകൾ തന്നിട്ടുണ്ട്, ടാർഗറ്റ്സുകൾ തന്നിട്ടുണ്ട് അല്ലെ. എന്തിനാ തരുന്നത്, നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. കഴിഞ്ഞ മാസം ന്യൂട്രി ചാർജ് വുമൺ ഡേ ആയിരുന്നു കഴിഞ്ഞ 2 മാസങ്ങളിൽ തന്നിരുന്നത്. അതെല്ലാവരും ഭംഗിയായിട്ട് ചെയ്തു. ഒരുപാട് ലീഡേഴ്സ് ടൂറിന് എലിജിബിലിറ്റി ഒക്കെ നേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു മാസവും നമുക്ക് അല്ലെ സാറ് ടാർഗറ്റ്സ് തന്നിട്ടുണ്ട്. എന്താ ടാർഗറ്റ്സ്, ഒരു 5 ജോയിനിങ് അല്ലെ, മിനിമം 5 ജോയിനിങ് സ്വന്തമായിട്ട് കൊണ്ടുവരുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ 15 പേർക്ക് ആ നറുക്കെടുപ്പിലൂടെ ഒരു ഹിൽ സ്റ്റേഷൻ ടൂർ തന്നിട്ടുണ്ട് അല്ലെ. ഒപ്പം തന്നെ 10 ജോയിനിങ് ചെയ്യുന്നവർക്കും 15 ജോയിനിങ് ചെയ്യുന്നവർക്കും കമ്പൽസറി ആയിട്ട് ആ ടൂറിൽ പങ്കെടുക്കാം. 5 എണ്ണം ചെയ്യുന്നവർക്ക് അത് നറുക്കെടുപ്പിലൂടെയാണ് കിട്ടുക. പക്ഷെ 10ഉം 15ഉം ചെയ്യുന്നവർക്ക് കമ്പൽസറി ആയിട്ട് അടുത്ത മാസം ഒരു ടൂർ ഓഫർ അല്ലെ. ഇതൊക്കെ എവിടെയാ കിട്ടുക, ആർസിമില് മാത്രമാണ് അല്ലെ. ഈ ടാർഗറ്റ്സ് നമുക്ക് വേണ്ടി തരുന്നതല്ലേ സത്യത്തില്, ലീഡേഴ്സിന് വേണ്ടിയിട്ടല്ല, നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൂടെ വരുന്നവർക്കും ഈ വിജയിക്കാൻ വേണ്ടിയിട്ട് ഈ ടാർഗറ്റ്സ് പറഞ്ഞു കൊടുക്കും. അവരുടെ കഴിവ് കൂടും അല്ലെ, ജോയിനിങ് ചെയ്യുമ്പോൾ അവരുടെ കഴിവ് കൂടും. കഴിവ് കൂടുമ്പോൾ PV കൂടും, PV കൂടുമ്പോൾ PV പണം വരും അല്ലെ. പണം വരാൻ തുടങ്ങുമ്പോൾ ഉഷാറ് കൂടും അക്കൗണ്ടിലേക്ക്. ഓരോ പടികൾ കയറും തോറും ഓരോ സ്വപ്നം പൂത്തിയിടുന്നു എന്നാ പറയാ. അങ്ങനെ ഓരോ സ്വപ്നം പൂത്തി ഓരോ പടികൾ കയറും തോറും നമുക്ക് അക്കൗണ്ടിലേക്ക് വരുന്ന വരുമാനത്തിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ആവും അല്ലെ. അപ്പോൾ RCM ചെയ്യാനുള്ള ആ ഒരു എന്താ പറയാ, RCM ചെയ്യാനുള്ള ആ ഒരു ഏറ്റവും കൂടുതലായിട്ടുള്ള ആ ഒരു എനർജി ഇങ്ങനെ കൂടി വരും അല്ലെ. നമ്മുടെ നോബിൾ സാറൊക്കെ പറയും നോട്ട് എഴുതിയാൽ നോട്ട് കിട്ടുന്നു അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന കാര്യങ്ങള്, നമുക്ക് അറിയുന്ന കാര്യങ്ങള് എല്ലാം നമ്മൾ ഓരോ ക്ലാസ്സിൽ നിന്നും നമ്മൾ കിട്ടുന്ന കാര്യങ്ങൾ, ഞാനൊക്കെ ഇത് നോട്ട് എഴുതി എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അല്ലാതെ എനിക്ക് ഇതിങ്ങനെ പറയാനോ ഇതിനെക്കുറിച്ച് അറിവോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓരോ ക്ലാസ്സുകളിൽ നിന്നും നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് തരുന്ന ഓരോ ക്ലാസ്സുകളിൽ നിന്നും കിട്ടുന്ന അറിവുകൾ ഞാൻ നോട്ട് എഴുതി വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നലെ രാത്രി അർജുൻ സാറ് പറഞ്ഞപ്പോ ഞാൻ ആകെ ബ്ലാങ്ക് ആയി പോയി. എന്താ പറയണ്ടേന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഞാൻ സാറിനോട് ചോദിച്ചു എന്താ പറയാന്ന്. അപ്പോ ഞാൻ എഴുതി വെച്ച ബുക്ക് കടയിലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ബുക്കുകൾ ഇങ്ങനെ മറച്ചു നോക്കിയപ്പോ എനിക്ക് കിട്ടിയ കുറച്ച് പോയിന്റുകൾ. ആ പോയിന്റുകളാണ് ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ തന്നിരിക്കുന്ന ഈ ഒരു ടാർഗറ്റ്സ് നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ഏറ്റെടുക്കുക. നമ്മുടെ ലീഡേഴ്സ് തരുന്ന ടാർഗറ്റുകൾ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ലേ. ഓരോ മാസം നമ്മുടെ ബിസിനസ് പതുക്കെ ഗ്രോ ചെയ്യുന്നു. പിൻ ലെവൽ മാറാൻ പറ്റിയില്ല എങ്കിൽ പോലും നമ്മുടെ ഡോക്ടർ രാജൻ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പിൻ ലെവൽ എല്ലാ മാസവും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മുടെ ബിസിനസ്സിൽ ഗ്രോത്ത് കൊണ്ടുവരണം. ആ ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടി മനഃപൂർവ്വം നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി തരുന്നതാണ് നമ്മുടെ എല്ലാ ലീഡേഴ്സും കൂടി ഈ ഒരു തരുന്ന ടാർഗറ്റ്. അത് നമ്മൾ എല്ലാവരും ഏറ്റെടുക്കുക, സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുക. ലീഡേഴ്സിന് വേണ്ടി എല്ലാ ടാർഗറ്റ് തരുന്നത് നമുക്ക് വിജയിക്കാൻ വേണ്ടി അല്ലെ. നമുക്ക് വരുമാനം വരുമ്പോൾ നമ്മൾ ആരെങ്കിലും ലീഡേഴ്സിന് കൊടുക്കോ, ഒരിക്കലും ഇല്ല അല്ലെ. സന്തോഷം അറിയിക്കും. അപ്പോ വരുമാനം കിട്ടുന്നത് നമുക്കാണ്. അപ്പൊ നമ്മുടെ കൂടെ വരുന്നവർക്കും ആ വരുമാനം മേടിച്ചു കൊടുക്കാൻ പറ്റിയാലോ, അപ്പൊ നമുക്ക് അതിനേക്കാൾ ഏറെ സന്തോഷമായിരിക്കും അല്ലെ. അവരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറുമ്പോൾ കാണുമ്പോൾ ഒന്നുമില്ലാതിരുന്ന ഒരാളെ നമ്മൾ RCMലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അല്ലെ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോ അത് നമ്മൾ മറ്റുള്ളവർക്ക് നേടിക്കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു സിസ്റ്റത്തില് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് കമ്പനി സ്ഥിരമായിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. 1500 PV കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുമ്പോൾ 1500 രൂപയുടെ പ്രൊഡക്റ്റ് കിട്ടും. 2500, 5000, 10000, 25000 അങ്ങനെ നീണ്ടുപോകുന്ന കൺസിസ്റ്റൻസി ഓഫറും കൂടി നമുക്ക് തന്നിരിക്കുകയാണ്
അല്ലെ? ഇത്രയും ദീർഘവീക്ഷണോട് കൂടിയുള്ള ഒരു കമ്പനിയും അതേപോലെ തന്നെ MDAയും നമുക്ക് കിട്ടിയത് നമ്മുടെ മഹാഭാഗ്യമാണ് അല്ലെ? ദൈവത്തിന്റെ ശരിക്കുമായിട്ടുള്ള ഒരു അനുഗ്രഹമുള്ള ആളുകൾ മാത്രമാണ് നമ്മളെല്ലാവരും. അപ്പൊ സർവേശ്വരൻ ഒരിക്കൽ കൂടി ഈ ഒരു അവസരത്തിൽ നന്ദി പറയാണ്. ഒപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുള്ളവർക്കുള്ളതാണ് RCM എന്ന് പറയുന്നത്. ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ RCM ഒരു ഹാർഡ് വർക്ക് ആയിട്ടല്ല ചെയ്യേണ്ടത് അല്ലെ? നമുക്ക് തോന്നും, പക്ഷെ അതിനെ സ്മാർട്ട് വർക്ക് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് RCM ഒരു ഹാർഡ് ആയിട്ട് തോന്നില്ല. നമുക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, RCM ഈസി ആയിട്ട് ചെയ്യണം. അപ്പോൾ ഈ ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, നമ്മൾ ചെയ്യുന്ന കാര്യം സെയിൽ എന്ന് പറയുന്നത് ഒരു ഹാർഡ് ആയിട്ടുള്ള കാര്യം തന്നെയാ. എനിക്ക് സെയിൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷെ എങ്ങനെ സെയിൽ ചെയ്യണമെന്ന് നമ്മുടെ ലീഡേഴ്സ് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അത് സ്മാർട്ടായിട്ട് മാറി. സ്മാർട്ട് വർക്ക് ആയിട്ട് മാറി അല്ലെ? ഹാർഡ് വർക്ക് ആയിട്ട്. നമ്മുടെ ഡോക്ടർ രാജൻ സാർ എപ്പോഴും പറയാറുണ്ട്, ഞാൻ RCMൽ വർക്ക് ചെയ്യാറില്ല, ഞാൻ RCMൽ ജീവിക്കുകയാണെന്ന് അല്ലെ? വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ സാധാരണ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ഒരു വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി രാവിലെ 9 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് പോയി 9:30 ആകുമ്പോഴേക്കും ജോലി സ്ഥലത്ത് ചെന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ വർക്ക് ചെയ്യുന്നു, ചെയ്ത് കഴിഞ്ഞ് 5 മണി, എങ്ങനെയെങ്കിലും ഒന്ന് 5 മണി ആയാൽ മതി ആ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ അല്ലെ? വളരെ ഹാർഡായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ RCM ചെയ്യുന്നവരൊന്ന് ആലോചിച്ച് നോക്കിയേ, രാവെന്നോ പകലെന്നോ അല്ലെ, ഒരു സമയമില്ല. ഏത് സമയവും അല്ലെ, രാത്രി 12 മണി സമയത്ത് വിളിച്ചാൽ നമ്മുടെ ലീഡേഴ്സിനെ കിട്ടും. അതേപോലെ നമ്മുടെ അസോസിയേറ്റ് ബയേഴ്സ് RCMനെ ഏറ്റെടുത്ത ലീഡേഴ്സ് ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിനെ സ്മാർട്ട് വർക്ക് ആയിട്ട് ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് RCMൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോ ഈ ഹാർഡ് ആയിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ സ്മാർട്ട് ആക്കും? സ്മാർട്ട് ആക്കാനല്ലേ നമ്മുടെ ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ ലീഡേഴ്സിന്റെ കൈ പിടിക്കുക അല്ലെ? നമ്മൾ നമ്മുടെ ലീഡേഴ്സിന് നമ്മുടെ കൈ കൊടുക്കുക. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൈ നമ്മുടെ കൂടെ വന്നേണ് അസോസിയേറ്റ് ബയേഴ്സിനെ കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മെന്റാലിറ്റി, ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ? RCM എന്ന് പറയുന്ന ഒരു റിലേഷന്റെ ബിസിനസ്സാണ്. നമ്മുടെ മൂർത്തി സാർ എപ്പോഴും പറയാറുണ്ട്, ഒരാളും RCMനെ വിട്ടുപോകുന്നില്ല അല്ലെ? എപ്പോഴും ഒരു വ്യക്തിയെയാണ് വിട്ടുപോകുന്നത്. RCMനെ ഒരാൾ പോലും RCM വിട്ടുപോകുന്നില്ല, വ്യക്തികളെയാണ് വിട്ടുപോകുന്നത് എന്നാ പറയുന്നത്. അപ്പോ എന്തുകൊണ്ട് ആ വ്യക്തികളെ വിട്ടുപോകാനുള്ള കാരണം? റിലേഷൻ ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും അല്ലെ? കാരണം ഒരു നല്ല റിലേഷൻ ഉണ്ട് എന്നുള്ള ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് RCM വിട്ടുപോകാൻ പറ്റില്ല അല്ലെ? ഇപ്പൊ നമ്മുടെ ലീഡേഴ്സ് നമ്മളെ വിളിക്കുന്നുണ്ട്. ഇപ്പൊ അർജുൻ സാറ് വിളിക്കും, അതേപോലെ ഡോക്ടർ രാജൻ സാറ്, ഗിരീഷ് സാറ്, സുരാഗ് സാറ്, പുഷ്പ മേഡം, ഇവരൊക്കെ വിളിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ അവരോട് നോ പറയാ അല്ലെ? അവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻ അത് RCMൽ വന്നതിന് ശേഷമാണ് അല്ലെ ഇത്രയധികം അല്ലെ, നമ്മൾ ഒന്നും അറിയാതെ അല്ലെ, ഏതൊക്കെയോ സ്ഥലത്ത് കിടക്കുന്ന ആളുകളുമായിട്ടാണ് ഇത്രയും അല്ലെ ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം അല്ലെ? അതും എങ്ങനെയുള്ള അടുപ്പാ? ദൈവതുല്യമായിട്ടുള്ള ഒരു അടുപ്പാണ് ശരിക്കും നമുക്ക് അല്ലെ? ഈശ്വര തുല്യമായിട്ടുള്ള ഒരു അടുപ്പമാണ് നമ്മൾ എല്ലാവരും ലീഡേഴ്സുമായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോ ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെല്ലാവരും RCMൽ ഒരു സ്മാർട്ടായിട്ട്, സ്മൂത്തായിട്ട്, ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഒരു അറിവ് കിട്ടണം. അത് നമ്മുടെ ലീഡേഴ്സിന്റെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് അതിന് സാധിക്കുള്ളൂ. അപ്പോ ഒരുപാട് വിജയങ്ങൾ നമുക്ക് ഇതിലൂടെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അല്ലെ? എപ്പോഴും ലീഡേഴ്സ് പറയുന്ന RCM ഒന്നും ആയിട്ടില്ല അല്ലെ? RCM ഒന്നും ആയിട്ടില്ല. ഇന്ന് 2025 ആയി നിൽക്കുമ്പോൾ RCMന്റെ ഒരു വളർച്ച ഇത്രേ ആയിട്ടുള്ളൂ. അപ്പൊ ഇനി എവിടെ കിടക്കുന്നു RCM വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അതേപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ RCM. അതിന്റെ കൂടെ നമ്മളെല്ലാവരും ചേർന്ന് നിന്നാൽ, അതിന്റെ ഒരു ഭാഗമായിക്കൊണ്ട് പറയുന്ന സമയത്ത് എന്തെല്ലാം ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ലീഡേഴ്സ് തരുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ അല്ലെ വെള്ളം ചേർക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. നമുക്ക് മാത്രമല്ല, നമ്മൾ ഒരുപാട് ആളുകളെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലീഡേഴ്സ് സ്വപ്നങ്ങൾ തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കൂടെ വരുന്നവർക്ക് ആ സ്വപ്നങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കൂലേ? അവരുടെ സ്വപ്നങ്ങളും കൂടി പൂവണിയിക്കണമെങ്കിൽ നമുക്ക് ഇതില് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്ത് അങ്ങനെ വളർന്ന് വലിയൊരു ടീമായി നമ്മൾ ഒരുപാട് RCMലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും RCMലൂടെ നല്ലൊരു ടീമിനെ വളർത്തിക്കൊണ്ടുവരാനും
ഒപ്പം തന്നെ നല്ലൊരു ലീഡറായിട്ട് മാറാനും അല്ലെ, നല്ല മറ്റുള്ളവർക്ക് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ നമ്മളുടെ അസോസിയേറ്റ് ബയേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ലീഡേഴ്സിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതേപോലെ നമ്മൾ അങ്ങോട്ട് ആയാൽ മതി എന്നാ പറയണത് അല്ലെ. നല്ലൊരു സ്നേഹം കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ സ്നേഹം കൊടുക്കാൻ തയ്യാറാവുക. നല്ലൊരു ലീഡറായിട്ട് എന്നെ കാണണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നല്ലൊരു ലീഡറായിട്ട് മാറാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലീഡേഴ്സ് നമ്മളെ പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ പ്രോഗ്രാമുകൾ ഉണ്ട് നമുക്ക് അല്ലെ. ഇപ്പൊ റെസിഡൻഷ്യൽ പ്രോഗ്രാമുകൾ, എത്രയോ റെസിഡൻഷ്യൽ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ ഈ 21-ാം തീയതി 22-ാം തീയതി വരുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്. എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഒപ്പം തന്നെ റൈസ് ലൈക്ക് എ ഫിനിക്സ് അത് തുടങ്ങിയ അന്ന് മുതൽ ഞാൻ അതിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്. ഞാൻ ഒന്നുമല്ലാതിരുന്ന ഒരാളാണ്. ഇന്നും എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമുകളും എൻ്റെ ലീഡേഴ്സ് തന്ന അറിവുകളും എൻ്റെ അസോസിയേറ്റ് ബയേഴ്സിൽ നിന്ന് പഠിച്ച അറിവുകളും എല്ലാമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്, ഇന്നത്തെ ഈ ഒരു എനിക്ക് കിട്ടിയ അറിവ് പകർന്നു തരാനായിട്ട് കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഒപ്പം RCMയിലൂടെ എല്ലാവർക്കും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഒരുപാട് വിജയങ്ങൾ എത്രയും വേഗം അല്ലെ, നമ്മുടെ ആ ഒരു പിൻ ലെവലുകൾ മാറി എത്രയും വേഗം വലിയ ഉയരങ്ങൾ RCMയിലൂടെ കീഴടക്കാൻ സാധിക്കട്ടെ. ഒപ്പം നമ്മളോടൊപ്പം എല്ലാ ലീഡേഴ്സും നമുക്ക് കരുത്ത് ആർജിച്ച് നമ്മളുടെ കൂടെയുണ്ട്. നമ്മളെല്ലാവരും ലീഡേഴ്സിന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി JRCM, ഗുഡ് RCM, താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എന്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും നന്ദി പറയുന്നു. ഒപ്പം തന്നെ എന്റെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള അർജുൻ സാറിനും ഈ ഒരു നിമിഷത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ, JRCM. താങ്ക് യു ഷൈനി മേഡം.